ത്യാഗത്തിൽ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മൾ അപ്പസ്തോല പ്രവൃത്തിയെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പസ്തോല പ്രവൃത്തി 9-ാം അധ്യായം. ഈ സാവൂളിന്റെ മാനസാന്തരം ചിന്തിച്ചു. 9-ന്റെ 26 തുടങ്ങിയുള്ള ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ. ജെറുസലേമിൽ എത്തിച്ചേർന്നതോടെ പൗലോസ് ശിഷ്യന്മാരുടെ കൂടെ ചേരാൻ ശ്രമിച്ചു. പക്ഷെ അവർക്കെല്ലാം അയാളെ പേടിയായിരുന്നു. കാരണം അയാൾ ഒരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. എന്നാൽ ബർന്നബാസ് അയാളെ അപ്പസ്തോലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി വഴിയിൽ വെച്ച് അയാൾക്ക് കർത്താവിന്റെ ദർശനം ഉണ്ടായതും കർത്താവ് അയാളോട് അരുൾ ചെയ്തതും ഡമാസ്കസിൽ വെച്ച് അയാൾ സധൈര്യം യേശുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചതുമെല്ലാം ബർന്നബാസ് അവരോട് പ്രഖ്യാപിച്ചു. പിന്നീട് സൗൾ അവരോടൊപ്പം ജെറുസലേമിൽ സ്വച്ഛന്ദം സഞ്ചരിച്ച് കർത്താവിന്റെ നാമത്തിൽ ധീരതയോടെ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ. പൗലോസ് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാര് അക്സെപ്റ്റ് ചെയ്തില്ല. എന്നാൽ ബർന്നബാസ് ടെസ്റ്റിഫൈ ചെയ്തപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്തത്. നമ്മൾ ഈ ഗലാത്യ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. പൗലോസ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ, ഞാൻ ഒന്നോട്ട് റിപ്പീറ്റ് ചെയ്യുക. അതായത് പൗലോസിൽ വെളിപ്പെട്ട ദൈവകൃപ കണ്ടിട്ട് പൗലോസിനെ അവർ അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരാൾ രക്ഷിക്കപ്പെട്ടു അല്ലെ ഒരാൾ കർത്താവിലായി എന്ന് പറയുന്നത് കേട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയാളില് നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് അല്ലെ ദൈവത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവകൃപ മറ്റുള്ളവര് ദർശിച്ചാലേ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവകൃപ ദർശിച്ചാൽ മാത്രമേ ആ ആളെ ഒരു ക്രിസ്ത്യ വിശ്വാസിയായിട്ട് സ്വീകരിക്കാവൂ എന്നൊരു മെസ്സേജ് ഇതിനകത്തുണ്ട് പൗലോസിന്റെ ജീവിതത്തില്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഗലാത്യ ലേഖനത്തില് കഴിഞ്ഞ ദിവസം ചിന്തിച്ച റിപ്പീറ്റേഷൻ നമ്മൾ ഓവർലാപ്പ് ചെയ്തു പോകുന്ന ഗലേഷ്യൻസ് 2-ല് വായിക്കണ്ട, അതെ 8 തുടങ്ങി വായിക്കുമ്പോൾ, കാരണം പരിച്ഛേദർക്ക് വേണ്ടി പത്രോസിലൂടെ പ്രവർത്തിച്ചവൻ തന്നെ വിജാതിയർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിച്ചു. നെടും തൂണുകളായി പരിഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും എനിക്ക് നൽകപ്പെട്ടിരുന്ന കൃപ മനസ്സിലാക്കി കൂട്ടായ്മയുടെ വലതുകരം എനിക്കും ബർന്നബാസിനും നീട്ടിത്തന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളിവിടെ കൂടി വരുന്നു, ഇത്രയും പേര് കൂടി വരുന്നു. അതായത് രക്ഷിക്കപ്പെട്ടു എങ്കിൽ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ദൈവകൃപ എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നത് ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാല. അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തില്, നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ അനുദിന ജീവിതത്തിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് മണി നമ്മൾ ചിന്തിക്കുന്ന കള്ള പ്രവാചകര് അല്ല കള്ള ഡിസൈപ്പിൾസിനെ കുറിച്ച്, സ്യൂഡോ ഡിസൈപ്പിൾസ്. അപ്പൊ അവിടെ പൗലോസിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ കാരണം പൗലോസിന്റെ ജീവിതത്തിൽ ദൈവകൃപ വെളിപ്പെട്ടിരിക്കുന്ന അവർ കണ്ടിട്ടാണ്. തന്നിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവകൃപ അവർ മനസ്സിലാക്കി അല്ലെങ്കിൽ കണ്ടു. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന ബർന്നബാസിന്റെ സാക്ഷ്യം കേട്ടിട്ട് കൂട്ടായ്മയുടെ വലതുകരം നീട്ടിക്കൊടുത്തു. 9-ന്റെ 29 തുടങ്ങി വായിക്കുമ്പോൾ, ഗ്രീക്കുകാർ പൗലോസ് ധീരതയോടെ പ്രസംഗിച്ചു. ഗ്രീക്കുകാരോടും സംസാരിക്കുകയും വാദപ്രതിവാദം നടത്തുകയും ചെയ്തു. അവരാകട്ടെ അയാളെ കൊല്ലാൻ തക്കം നോക്കിയിരുന്നു. ഇതറിഞ്ഞപ്പോൾ സഹോദരർ അയാളെ കേസറിയായിൽ കൊണ്ടുവന്നു താഴ്സോസിലേക്ക് അയച്ചു. അങ്ങനെ യൂദ മുഴുവനിലും ഗലീലയിലും ശമരിയായാലും സഭയിലുടനീളം സമാധാനവും ഭദ്രതയും സംജാതമായി. ഇനിയുള്ള ശ്രദ്ധിക്കണ്ടേ, കർത്താവിനോടുള്ള ഭയഭക്തിയിലും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സമാശ്വാസത്തിലും വ്യാപരിച്ച് അത് വളർച്ച നേടി. 9-31 വായിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ രചിതെന്ന് വായിക്കും. Then the churches throughout all of Judea, Galilee and Samaria had peace and were edified, and walking in the fear of the Lord and in comfort of the Holy Spirit they were wonderful. അതെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് സഭ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഈ സഭയുടെ വളർച്ചയെ കുറിച്ച് എഴുതിയേക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിലെ പല സ്ഥലങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടു, നമുക്ക് നല്ലൊരു മെസ്സേജ് അതിൽ നിന്ന് കിട്ടുന്നത്. കാരണം നമുക്കൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനും അന്ധകാരത്തിലിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കാനും പാപികളെ രക്ഷയിലേക്ക് നയിക്കാനും നമുക്കെല്ലാവർക്കും വിളിയുള്ള ദൈവത്തിന്റെ. എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, എങ്ങനെ അവർ വളർച്ച നേടി. 9-ന്റെ 31
ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഫിയർ ഓഫ് ഗോഡ് എന്നുള്ള കാര്യമുള്ളൂ. ആക്ട്സ് 9:31 ഇങ്ങനെ എഴുതിയേക്കുന്നത്. Then the churches throughout all Judea, Galilee and Samaria had peace and were edified, and walking in the fear of the Lord and in the comfort of the Holy Spirit, they were multiplied. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവ ഭയം, അതായത് ഫിയർ ഓഫ് ദി ലോഡ് ഈസ് ദി ബിഗിനിങ് ഓഫ് ദി വിസ്ഡം. സ്പിരിച്വൽ വിസ്ഡത്തിന്റെ ബിഗിനിങ് എല്ലാം ഫിയർ ഓഫ് ദി ലോഡാണ്. അപ്പൊ ദൈവഭയമുള്ള ആൾക്കാരിലേക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വരുള്ളൂ. അപ്പോൾ ദേ ആർ ഗ്രോയിങ് ഇൻ ദി ഫിയർ ഓഫ് ദി ലോഡ് ആൻഡ് ദി കംഫർട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽസ് കൂടുന്ന ഒരു സഭ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽസ് ഫിയർ ഓഫ് ദി ലോഡിലാണ് ജീവിക്കുന്നെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ കംഫർട്ട് ഉണ്ടാവും. ആ കൂട്ടത്തിലേക്ക് ആൾക്കാർ ദൈവം അട്രാക്ട് ചെയ്യും. എന്നാലോചിച്ച് നോക്കുമ്പോൾ ഒരു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ നാടും മൂടും കടലും ചുറ്റിത്തിരിഞ്ഞ ഒരാളെ മതാനിയായി ആക്കുന്നു. ആയി കഴിയുമ്പോഴോ അയാളെ ഇരട്ടി നരകസന്തതിയാക്കും. അപ്പൊ നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാൾ വന്നാൽ അവർ സ്പിരിച്വലി എഡിഫൈഡ് ആവും, അല്ലെങ്കിൽ സ്പിരിച്വലി ബെറ്റർ ആകും. കർത്താവിന് കൺവിക്ഷൻ ഇല്ലെങ്കിൽ ആരും നമ്മുടെ കൂട്ടത്തിലേക്ക് കർത്താവ് കൊണ്ടുവരില്ല, നെവർ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവര് ഫിയർ ഓഫ് ദി ലോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവഭയം എത്ര ഉണ്ടെന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നതല്ല. ഗോഡ്ലിനെസ്, ഫിയർ ഓഫ് ദി ലോഡ്. അപ്പോൾ ഫിയർ ഓഫ് ദി ലോഡ് ഉണ്ടെങ്കിൽ അവിടെ അതിന്റെ പിന്നാലെ വരുന്നതാണ് കംഫർട്ട് ഓഫ് ദി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കംഫർട്ട്, ആശ്വാസദായകൻ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ആത്മാവ്. അപ്പൊ അങ്ങനെയുള്ള കൂട്ടത്തിലേക്ക് കർത്താവ് ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. ആക്ട് 16 എടുക്കുമ്പോൾ ഇനിയിപ്പോ വേറെ ആൾക്കാർ വന്നാലും വന്നില്ലെങ്കിലും ഈ അവനവന്റെ ജീവിതത്തിൽ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാണെങ്കിൽ യു മസ്റ്റ് ലീവ് ഇൻ ദി ഫിയർ ഓഫ് ദി ലോഡ് ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ദി കംഫർട്ട് ഓഫ് ദി സ്പിരിറ്റ്. ഈ 16-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വായിക്കും, ഒന്ന് തുടങ്ങി വായിക്കുമ്പോൾ, പൗലോസ് ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ പുത്രനായ അയാളുടെ പിതാവ് ഒരു ഗ്രീക്കുകാരനായിരുന്നു. ലുസ്ത്രയിലും ഇക്കോണിയിലുമുള്ള സഹോദരർ അയാളെ പറ്റി ആദരപൂർവ്വം സംസാരിച്ചിരുന്നു. തിമോത്തിയോസ് തൻ്റെ കൂടെ വരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ കരുതി പൗലോസ് അയാളെ കൊണ്ടുപോയി അയാൾക്ക് പരിച്ഛേദനം നൽകി. കാരണം അയാളുടെ പിതാവ് ഒരു ഗ്രീക്കുകാരനായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നു. നഗരങ്ങളിലൂടെ ഇനിയുള്ള ശ്രദ്ധിക്കണ്ടേ, നഗരങ്ങളിലൂടെ സഞ്ചരിക്കവേ അവർ ജെറുസലേമിൽ വെച്ച് അപ്പസ്തോലന്മാരും മൂപ്പന്മാരും കൈക്കൊണ്ട തീർപ്പ് അവർക്ക് നൽകി. അവ അനുസരിക്കാൻ അനുശാസിച്ചു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ കരുത്ത് നേടി അവയുടെ അംഗസംഖ്യ ദിവസേന വർദ്ധിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ കണ്ടു അവർ ഫിയർ ഓഫ് ദി ലോഡ് ആൻഡ് കംഫർട്ട് ഓഫ് ദി സ്പിരിറ്റിൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടേക്ക് ആൾക്കാർ ദൈവം കൂട്ടിച്ചേർത്തു. ഇവിടെ നമ്മൾ കാണുന്നത് അവർ അപ്പസ്തോലന്മാരുടെ തീർപ്പ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ദി ലോഡാണ്, ദൈവവചനം. അവിടെയുള്ള 5-ാം സെന്റൻസിൽ 4 നഗരങ്ങളിലൂടെ സഞ്ചരിക്കവേ അവർ ജെറുസലേമിൽ അപ്പസ്തോലന്മാരും മൂപ്പന്മാരും കൈക്കൊണ്ട തീർപ്പ് അവർക്ക് നൽകി. അപ്പസ്തോലന്മാരും മൂപ്പന്മാരും കൈക്കൊണ്ട തീർപ്പ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ദി ലോഡ്, ദൈവത്തിന്റെ വചനം തന്നെയാണ്. അവ അനുസരിക്കാൻ അനുശാസിച്ചു. അവര് അനുസരിച്ചു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ കരുത്തു നേടി അവയുടെ അംഗസംഖ്യ ദിവസേന വർദ്ധിച്ചു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അംഗസംഖ്യ വർദ്ധിച്ചിട്ടോ അത് ദൈവം ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ നമ്മളിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം അബ്സല്യൂട്ട് ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ദി ലോർഡ്. അവര് അനുസരിക്കാൻ അനുശാസിച്ചു, അവരനുസരിച്ചു. അപ്പൊ അതിന്റെ കൺസീക്വൻസ് എന്തായിരുന്നു? അവര് വിശ്വാസത്തിൽ കരുത്തു നേടി. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ വിശ്വാസത്തിൽ ബലഹീനത വരാനുള്ള കാരണം ഫിയർ ഓഫ് ദി ലോഡ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവവചനത്തോട് അനുസരിക്കാനുള്ള പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസത്തിൽ കരുത്തു നേടാത്തത്. കാരണം വിശ്വാസം ഇസ് എ ഗിഫ്റ്റ് ഓഫ് ദി ലോഡ്. ഇപ്പോൾ റോമൻസ് 12:3 വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. എനിക്ക് ലഭിച്ചിരുന്ന കൃപയാൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അനുശാസിക്കുന്നു, ഉള്ളതിലധികം വലിമ സ്വയം ഭാവിക്കരുത്. പ്രത്യുത ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ തോതനുസരിച്ച്
പക്വതയോടെ സ്വയം വിലയിരുത്തുക. അതെ, സ്വയം വിലയിരുത്താൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് ഒരാളുടെ വിശ്വാസത്തെ വിലയിരുത്താൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും അനുശാസിക്കുന്നു. അപ്പം എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ എന്ന് പൗലോസ് പറയുമ്പോൾ, ഇത് കൃപയാലാന്ന് പറയുമ്പോൾ പൗലോസിന്റെ അല്ല. പൗലോസ് അതിന്റെ എക്സ്ക്ലൂസീവായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വേർഡാണ് ഇത്. കൃപയാല് ഓരോരുത്തരോടും അനുശാസിക്കുന്നു, ഉള്ളതിലധികം വലിമ സ്വയം ഭാവിക്കരുത്, പ്രത്യുത. അപ്പോൾ ഉള്ളതിലധികം വലിമ ഭാവിക്കരുത്, പ്രത്യുത എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എഴുതിയിരിക്കുന്നത്, ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ തോതനുസരിച്ച് പക്വതയോടെ സ്വയം വിലയിരുത്തുക. അപ്പൊ അവിടെ നമ്മൾ കണ്ടു, അവര് അപ്പസ്റ്റോളിക് ഡോക്ട്രിൻസ് അനുസരിച്ചപ്പോ ദൈവം എന്ത് ചെയ്തു? അവർക്ക് വിശ്വാസം കൊടുത്തു. ഒരു സ്ഥലത്ത് അപ്പസ്തോലന്മാർ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസം. നമ്മൾ വിശ്വാസത്തിൽ ദുർബലരാണെങ്കിൽ നമ്മൾ ശരിക്കും ലോകത്തിൽ ഒരു ഏറ്റവും ഭൗതികമായിട്ട് ഏറ്റവും ദരിദ്രനായിരിക്കുന്ന ഒരു അവസ്ഥയെ സ്പിരിച്വലി വിശ്വാസം ഇല്ലെങ്കിൽ. കാരണം ക്രിസ്ത്യ ജീവിതത്തിൽ A to Z എവറിത്തിങ് ഈസ് ബൈ ഫെയ്ത്ത്. ദി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെയ്ത്തിലാണ്, അത് ജീവിക്കുന്നത് ഫെയ്ത്തിലാണ്, അത് കൺസമ്മേറ്റ് ചെയ്യേണ്ടതും ഫെയ്ത്തിലാണ്. അപ്പോൾ ഫെയ്ത്ത് ഇല്ലെങ്കിൽ നമ്മൾ ദരിദ്രല്ല, നമുക്ക് ഒന്നിനും ശേഷിയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു വിക്ടറി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അറ്റ് ദി സെയിം ടൈം നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കർത്താവ് പറയുന്ന പോലെ വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ട് ഒന്നും എല്ലാം ചെയ്യാൻ പറ്റും ജീവിതത്തിൽ. എവറിത്തിങ് ഈസ് പോസിബിൾ. നമ്മൾ സഭാപ്രസംഗിൽ ഒരു സ്ഥലത്ത് വായിക്കുന്നുണ്ട്, വിജ്ഞാനം നൽകുന്ന സംരക്ഷണം. കാരണം സമ്പത്തിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സമ്പത്തുള്ളവർക്ക് ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എല്ലാ കാര്യം മീൻസ് നോർമലി. അപ്പോൾ ഈ സെയിം കാര്യം വിശ്വാസത്തെ ചെയ്യാൻ പറ്റും മനുഷ്യൻ. അപ്പൊ ഇവിടെ അവർക്ക് വിശ്വാസം വർദ്ധിച്ചതിന്റെ ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയേക്കുവാണ്, അവർ ദൈവത്തിന്റെ വചനം അനുസരിച്ചു. അപ്പൊ ദൈവം അവർക്ക് വിശ്വാസം കൊടുത്തു. ദൈവം വിശ്വാസം കൊടുത്തപ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ അവരുടെ മധ്യത്തിൽ വെളിപ്പെട്ടു, വിശ്വാസത്തിന്റെ ക്യാരക്ടർ അവരുടെ മധ്യത്തിൽ വെളിപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ ആ കൂട്ടത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്തു. Acts 2 എടുക്കുമ്പോൾ അത് നമ്മൾ ചിന്തിച്ചതാ. Acts 2 അതിന്റെ 42 തുടങ്ങി വായിക്കുമ്പോൾ, അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിലും, അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറയുന്നത് അപ്പസ്തോലിക് ഡോക്ട്രിൻസ് പറയുന്നത് വേർഡ് ഓഫ് ദി ലോർഡ്, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ഡോക്ട്രിൻ. അത് ഇംഗ്ലീഷിലാണെങ്കിൽ അപ്പസ്റ്റോളിക് ഡോക്ട്രിൻസ് എന്ന് പറഞ്ഞു. കാരണം ഡോക്ട്രിൻ എന്ന് പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഒന്നും അല്ല. ഇതിന് ഇപ്പം നമ്മൾ ലോകത്തിലെ കാര്യങ്ങൾ എടുത്താൽ ഒരു ജെറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിന് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു തിയറി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ബൈബിളിന് വ്യക്തമായിട്ടുള്ളൊരു ടീച്ചിങ് ഉണ്ട്. നമ്മളൊന്ന് ലോകത്തിലെ കാര്യങ്ങൾ എടുത്ത് നോക്കും. ഇപ്പോൾ മാത്തമാറ്റിക്സ് എടുത്താൽ അതിനൊരു വ്യക്തമായിട്ടൊരു ഡെഫിനേഷൻ ഉണ്ട്. ഇപ്പോൾ A+B² എന്ന് പറഞ്ഞാൽ അതിന് 5 പേർക്ക് 5 ഉത്തരം എഴുതാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കാൽക്കുലസ് പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം, അതിന് ഇന്റഗ്രൽ ഒരു പർട്ടിക്കുലർ അതിന്റെ പ്രോഡക്റ്റ് എന്താന്ന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അതിന്. ഇനിയിപ്പോൾ ബയോളജിയിലെ കാര്യങ്ങൾ എടുത്താലും അതിനകത്ത് ഇപ്പം തവള ഒരു ഉഭയജീവിയാണ്, അത് ആർക്കും അല്ലാതാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇനി ലോകത്തിൽ ഇപ്പൊ എക്കണോമിക്സ് എടുത്ത് അതിനകത്തൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, അതിന് ഒറ്റ രീതിയിൽ അതിന് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ക്രിസ്ത്യ കോളത്തിൽ കാണുന്നത് എങ്ങനെയാണ്, 150 കൂട്ടം ഉണ്ടെങ്കിൽ 150 രീതിയിലാണ് പോകുന്നത്. ബട്ട് ദർ ഈസ് ഓൺലി വൺ വേ വിച്ച് ഈസ് കറക്റ്റ്. നമ്മൾ വിചാരിക്കുന്നത് അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അവർക്ക് ഈ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അവർക്ക് സ്നാനം ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി കർത്തൃമേശയുണ്ട്, എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ അവര് എന്താ പറയുന്നത്, അവരുടെ പൗരോഹിത്യം ഉണ്ടെന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ശരിയാ. No, there is absolutely no confusion in the word of the Lord. There is only one way. അതായത് കറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്ചറൽ ടീച്ചിങ്ങിനകത്ത് ഒരൊറ്റ വഴിയുള്ളൂ, 2 വഴിയില്ല. പക്ഷെ നമ്മൾ കാണുന്നത് ശരി, അവരുടെ ഡോക്ടർ ഇങ്ങനെയാണ്, അത് ബ്രദറനാണ്, ഇത് പെന്തിക്കോസ് ആണ്, മറ്റേത് മർത്തോമയാണ്, മറ്റേത് വേറെ എന്താ ആംഗ്ലിക്കനാണ്. എല്ലാവരും ടീച്ചിങ് ഡിഫറെന്റ്. അത് എന്തുകൊണ്ട് ഇതിൽ മാത്രം വ്യത്യാസം വന്നു? ഇതേ പുസ്തകം എല്ലാവരും പഠിക്കുന്നു. നോ, ഇറ്റ്സ് നോട്ട് എ കൺഫ്യൂസിങ് ബുക്ക് അല്ല. നോ. 2 കൊരിന്തോസ് 1:13 വായിക്കുമ്പോൾ പൗലോസ് എഴുതുന്നേ, ബാബു ഒന്ന് വായിക്കോ. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഞാൻ എഴുതുന്നുള്ളൂ. അതായത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അല്ല ബൈബിളിനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടെന്നൊന്നും അല്ല എഴുതിയത്. നിങ്ങൾക്ക്
വായിച്ച് മനസ്സിലാക്കാവുന്നത് മാത്രമേ ഞങ്ങൾ എഴുതുന്നുള്ളൂ. ഈ എഫേസ്യ ലേഖനം എടുക്കുമ്പോൾ എഫേഷ്യൻസ് 3 പൗലോസ് പറഞ്ഞു, പൗലോസ് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. എഫേഷ്യൻസ് 3:1 തുടങ്ങി വായിക്കുമ്പോൾ വായിച്ചു. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൗലോസ് ക്രിസ്തു യേശുവിന്റെ തടവുകാരനായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപയുടെ പരികർമ്മം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ രഹസ്യം എങ്ങനെ എനിക്ക് വെളിപാടിലൂടെ ലഭിച്ചു എന്ന് ഞാൻ ചുരുക്കത്തിൽ എഴുതിയിരുന്നു. ഇത് വായിക്കുമ്പോൾ ക്രിസ്തു രഹസ്യത്തെ കുറിച്ച് എനിക്കുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ബൈബിളിലെ കാര്യങ്ങൾ, ഇതിനകത്തുള്ള മിസ്റ്ററി അല്ലെങ്കിൽ ക്രിസ്തു രഹസ്യം, ഇതെല്ലാം ഇത് വായിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ സയൻസ് എടുത്താൽ, അല്ലെ ഇപ്പൊ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അത് വെച്ചാൽ കപ്പൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത്. അത് അങ്ങനെ തന്നെ, അതിന് വേറെ 2 ഡെഫിനിഷൻ ഇല്ല. എന്നാൽ ബൈബിൾ എടുക്കുമ്പോൾ മാത്രം ആ കൂട്ടത്തിൽ അങ്ങനെയാണ്, ഈ കൂട്ടത്തിൽ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. വി മസ്റ്റ് ബി വെരി സ്പെസിഫിക് ആൻഡ് ആക്യുറേറ്റ് ഇൻ ദി ഹാൻഡ്ലിംഗ് ഓഫ് ദി വേർഡ്. നമ്മൾ വായിക്കുന്നുണ്ട് 2 തിമോത്തി 2:15 വായിക്കുമ്പോൾ, അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാൻ. Second, diligent to present yourself approved to God, a worker who does not need to be ashamed, rightly dividing the word of truth. അതെ, ഒന്നുകൂടെ വായിക്കും. Be diligent to present yourself approved to God. അതെ, അതായത് ആ മലയാളത്തിൽ എഴുതിയേക്കുമ്പോൾ അതൊന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ 2 തിമോത്തി 2:15 സത്യത്തിന്റെ വചനം ശരിയായി കൈകാര്യം ചെയ്യുക. ലജ്ഞിക്കേണ്ട ആവശ്യമില്ലാത്ത വേലക്കാരനായി ദൈവം മുമ്പാകെ അംഗീകൃതനായി പ്രത്യക്ഷപ്പെടാൻ നീ പരമാവധി ശ്രമിക്കുക. സത്യത്തിന്റെ വചനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ശരിയായിട്ട് കൈകാര്യം ചെയ്താല് 150 അല്ല 5000 കൂട്ടം ഉണ്ടെങ്കിൽ 5000 കൂട്ടത്തിലും ഇറ്റ് മസ്റ്റ് ബി ദി സെയിം. ഈ വ്യത്യാസം വരാൻ കാരണം ശരിയായിട്ട് കൈകാര്യം ചെയ്യാത്ത ഓൺലി റീസൺ, ദർ ഇസ് നോ അതർ റീസൺ. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് 15 ബി ഡിലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ് ടു ഗോഡ്, a worker who does not need to be ashamed, rightly dividing the word of truth. അപ്പോൾ നമ്മൾ rightly dividing the word of truth അല്ലെങ്കിൽ you have to be ashamed in the day of the Lord. ലജ്ജിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സെൽഫിഷ്നെസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ച്, ദൈവത്തിന്റെ വചനത്തെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച്, you have to handle the word of the truth ആക്യുറേറ്റ് ആയിട്ട്. അത് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ സയൻസ് എടുത്താലും എക്കണോമിക്സ് എടുത്താലും ഫിസിക്സ് എടുത്താലും ബയോളജി എടുത്താലും ഇതിനൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നോ, എവരിബഡീസ് എന്താ പറയുക, ഒറ്റ അഭിപ്രായമുള്ളൂ. അപ്പം മനുഷ്യന് എത്ര ടൈപ്പ് ബ്ലഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ A ഉണ്ട്, B ഉണ്ട്, പിന്നെ എന്തൊക്കെ AB ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, O ഉണ്ട്. ഇതല്ലാതെ ഇനി ഇല്ലാത്ത ഒരു Z ഗ്രൂപ്പ് ഇല്ല. ഉണ്ടോ? കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞേക്കുന്നല്ലേ. ഈ ബൈബിളില് ഇതിന് കറക്റ്റായിട്ട് ഒറ്റ വേ ഉള്ളൂ, 2 വേ ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ 2 ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതിൽ ഒന്നേ ശരിയുള്ളൂ, 2 ശരിയാകത്തില്ല. ഒരിക്കലും ഇമ്പോസിബിളാണ്. 2 തെറ്റാകാം, പക്ഷെ 2 ശരിയാകത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞേക്കുന്നത് ബി ഡിലിജന്റ്. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കഠിനാധ്വാനം ചെയ്യണം, തീക്ഷ്ണമായിട്ട് പരിശ്രമിക്കണം. അത് പരിശ്രമിച്ചില്ല നാനാവിധത്തിലുള്ള ഉപദേശങ്ങളായിരിക്കും. നമുക്കും ഒരു ആക്രസിയും കാണത്തില്ല. ബി ഡിലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ്. ഇത് പ്രസന്റ് ചെയ്യണം, ഒരു ദിവസം പ്രസന്റ് ചെയ്യാനുള്ളതാണ്. എങ്ങനെ പ്രസന്റ് ചെയ്യാനുള്ളതാണ്? പ്രസന്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ് ടു ഗോഡ്. എന്നിട്ട് പറയാണ് എ വർക്കർ. നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ദി ലോർഡാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ വർക്കേഴ്സാണ്. എ വർക്കർ ഹു ഡസ് നോട്ട് നീഡ് ടു ബി അഷെയിംഡ്, റൈറ്റ്ലി ഡിവൈഡിങ് ദി വേർഡ് ഓഫ് ട്രൂത്ത്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതാണ്. Acts 2:42 നമ്മൾ കണ്ടത് അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ 2:42 എനിക്കൊന്ന് വായിക്കാം. And with many other words he testified and exhorted them, saying, be saved from the 2:42.
and they continued steadfastly in apostles' doctrine. കണ്ടോ, അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ ആണ്. ഈ ഡോക്ട്രിൻ എന്ന് പറയുന്നത് സിദ്ധാന്തമാണ്, അല്ലാതെ വേറെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്നുള്ളതിനേക്കാൾ ഇത്തിരിയോടെ ഒരു ഡീപ്പായിട്ടുള്ള വേർഡാണ് അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് അപ്പസ്റ്റോലിക് ഡോക്ട്രിനില്ല. പ്രബോധനം എന്ന് പറയുന്നത് നമ്മൾ പ്രബോധിപ്പിക്കുന്ന പറയുന്ന ഒരു മീനിങ് അല്ല. അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത് സിദ്ധാന്തം, അല്ലെങ്കിൽ ഒരു 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 വെയിറ്റ് ഉള്ള ഒരു വേർഡ് അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പൊ അവര് they continue steadfastly in apostles' doctrine and fellowship, the breaking of bread and in prayers. അപ്പൊ അവര് നമ്മൾ അതിന്റെ അവസാനം വായിച്ചു വരുമ്പോൾ കാണുന്നത്, അപ്പൊ ഈ അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത് അല്ലെ ബൈബിളിന്റെ സിദ്ധാന്തം എന്ത്, ബൈബിളിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് എന്ത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞേ പറ്റും. അല്ല കുറച്ച് ആരെങ്കിലും അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ന്യൂ ടെസ്റ്റമെന്റിൽ എവരിബഡി ഈസ് ഈക്വൽ, എല്ലാവരും അറിഞ്ഞേ പറ്റൂ. അതിനകത്ത് ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ആ പഠിക്കുന്നവര് ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞേ പറ്റും. അല്ലാതെ കുറച്ച് പേര് പഠിച്ചു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേറൊരാളെ ഇന്നയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ പോരാ. നോ, യു മസ്റ്റ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ. അതാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ആര് ചോദിച്ചാലും, അത് പ്രതിവാദം എന്നുള്ള വേർഡിനേക്കാൾ കറക്റ്റ് നമ്മൾ അതിന്റെ വൈ വി ആർ ബിലീവിങ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ ഫസ്റ്റ് പീറ്റർ ഒന്ന് വായിക്കുമോ രഞ്ജിത്ത്? ഇംഗ്ലീഷ് ഫസ്റ്റ് പീറ്റർ 3:15 ആണ് വായിക്കാം. അത് ഇംഗ്ലീഷിൽ But sanctify the Lord God in your hearts and always be ready to give a defense to everyone who asks. അതെ, അത് വാദപ്രതിവാദം എന്നുള്ള അർത്ഥത്തിലല്ല. ഓൾവേസ് റെഡി ടു ഗീവ് എ ഡിഫൻസ്. അല്ലെ, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എന്താണ് എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയാൻ ആരൊക്കെ ഉത്തരവാദിയാ? എവരിബഡി. സ്നേഹത്തിലും താഴ്മയിലും സൗമ്യത്തിലും എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അവര് അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ക്രിസ്തീയ ഉപദേശം എന്താണെന്ന് നമുക്ക് പൊതുവെ ആർക്കും അറിയില്ല. അവരങ്ങനെ പഠിപ്പിക്കുന്നത്, ഇവരിങ്ങനെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞാനെങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങോട്ട് പോയി. ടോട്ടലി യൂസ്ലെസ് കണ്ടീഷനിലാണ് മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യ സഭകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും അറിയില്ല. എന്നാൽ ഇതിത്ര മിസ്റ്ററി ആണോ? സയൻസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെ, സയൻസിനകത്ത് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ഡിഫറെന്റ് ടീച്ചിങ്സ് ഇല്ല, ഒറ്റ ടീച്ചിങ് ഉള്ളൂ. ഇപ്പൊ ഒരു സോളിഡിന് എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ഉള്ളൂ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ആ 3 സ്റ്റേറ്റ് ഉള്ളൂ. അല്ല, 4ാമത് പിന്നെ എന്താ പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റ് എന്നൊന്നും പറയുന്നത് നോർമലി ഉള്ള കാര്യങ്ങളല്ല. മീൻസ് അതൊക്കെ ഹൈ ടെമ്പറേച്ചറില്ല. ഇതുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് ഈ ബൈബിളിന്റെ ക്രിസ്ത്യൻ ഡോക്ട്രിൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും ആക്യുറേറ്റ് ആയിട്ട് അറിഞ്ഞേ പറ്റൂ. നമുക്കറിയില്ല, അതിന്റെ റീസൺ ഒറ്റ റീസൺ ഉള്ളൂ. എന്താ? താല്പര്യമില്ല. അല്ല, നമുക്ക് ലോകത്തിലെ കാര്യങ്ങൾ അറിയാലോ. ഒസാമ ബിൻ ലാദൻ എവിടെ വെച്ചാൽ വധിക്കപ്പെട്ടത്? അറിയില്ല. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞേ, ഈ ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല നോളജ് ഉണ്ട്, പക്ഷെ കർത്താവിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് അറിയില്ല. ആ ഇഗ്നോറൻസ് ബൈബിൾ സേസ് പറയുന്നത് എന്താ? ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ് മൈ പീപ്പിൾ ആർ പെറിഷിംഗ്. നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞാൽ അതൊരു അർത്ഥമില്ല. അതുകൊണ്ടാണ് ഈ അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ 100 കണക്കിന് സിദ്ധാന്തങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളത് ഔട്ട്റൈറ്റ്ലി റിജക്റ്റ് ചെയ്ത് കളയും. പക്ഷെ നമ്മളെ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളും ദുരുപദേശ സംഘടനകളും അറ്റ്ലീസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്റെ റീസൺ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഒരു പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ 2 ജോണിൽ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ പഠനത്തെ മറികടന്നു പോകുന്ന ആർക്കും ദൈവമില്ല. അപ്പൊ ബൈബിളിനെ അനുസരിച്ചല്ലാതെ ഒരു ടീച്ചിങ് അവിടെ കുറെ അത്ഭുതം നടന്നു, അല്ലെങ്കിൽ അടയാളം നടന്നു, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആൾക്കാർ കൂടുന്നുണ്ട്, ഇതൊന്നും നമ്മളെ കുറിച്ച് ചിന്തിപ്പിക്കേണ്ട പോലും ആവശ്യമുള്ള കാര്യങ്ങളല്ല. പക്ഷെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇവര് അപ്പസ്റ്റോലിക് ഡോക്ട്രിനിലും കൂട്ടായ്മയിലും, അതായത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി. കാരണം കർത്താവ് നമുക്ക് ന്യൂ ടെസ്റ്റാമെന്റിൽ ഒരു സോളിറ്ററി ക്രിസ്ത്യൻ ലൈഫ് ഇല്ല. കർത്താവ് തന്നെ അവരെ അയച്ചത് 2 പേര് 2x2 ആയിട്ട് 2 പേര് വീതം അയച്ചത്. പിന്നെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂടി വരുന്നതിനെ കുറിച്ചാണ് കർത്താവ് പഠിപ്പിച്ചത്. അവർ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ കർത്താവുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ കർത്താവിന്റെ ശക്തി സന്നിഹിതമായിരിക്കും. അപ്പോൾ ഈ കൂടി വരവെന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പാർട്ടാണ്, രക്ഷയ്ക്കുള്ള കണ്ടീഷൻ അല്ല. പക്ഷെ ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫിന് ഫെലോഷിപ്പ് ഈസ് എ മസ്റ്റ് ആണ്. കൂട്ടായ്മയിലും അവർ കൂടി വന്നപ്പോൾ അപ്പം മുറിച്ചു. കാരണം അപ്പം മുറിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്ത് ഓർമ്മിച്ചെന്നാ? കർത്താവിന്റെ മരണത്തെ ഓർമ്മിച്ചു, അല്ലെങ്കിൽ അവരെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത് എങ്ങനെ,
ദൈവം എങ്ങനെ രക്ഷിച്ചു, എങ്ങനെ പിശാചിന്റെ മേലെ അവർക്ക് വിജയം നേടിക്കൊടുത്തു, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിച്ച ഒരു കാര്യം കർത്താവിന്റെ മരണത്തെ ഓർമ്മിക്കണം എന്നുള്ളത്. അപ്പൊ അവർ കൂടി വന്നത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെ അവർ പിക്നിക് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രാമ കളിക്കാനോ ഇതിനൊന്നും അല്ല. അവര് അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ പഠിക്കാനും അവരുടെ സ്നേഹം പങ്കുവയ്ക്കാനും അവര് അപ്പം മുറിക്കാനും അല്ലെങ്കിൽ കർത്താവിന്റെ മരണം ഓർമ്മിക്കാനും ദെൻ അവർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ അട്ടർ ഹെൽപ്ലെസ്നെസ് അവർ ഡിക്ലെയർ ചെയ്തു ദൈവത്തിന്റെ മുമ്പിൽ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് കേപ്പബിൾ, എനിക്കൊരു ശക്തിയില്ല, ദൈവസഹായം മാത്രമേ എന്നെ വഴി നടത്തൂ എന്നുള്ള അബ്സല്യൂട്ട് ഇൻകേപ്പബിലിറ്റി, നമ്മുടെ ഇൻകേപ്പബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് ഒന്നിനും കഴിവില്ല, നമുക്ക് കഴിവുണ്ട് വേറെ ആളോട് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദി ഫെയ്ത്ത് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ സറണ്ടറിങ് ഓഫ് ദി ലൈഫിന്റെ ഒരു തെളിവാണ് പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. അവർ മുഴുകിയിരുന്നു. അതിന്റെ 42 അല്ല 47 പങ്കെയും സ്തുതി സകല ജനങ്ങളുടെയും പ്രീതിപാത്രങ്ങളാവുകയും ചെയ്തു. അപ്പൊ അടുത്ത സെന്റൻസ്, നമ്മളെ ലാസ്റ്റ് സെന്റൻസ് ചിന്തിച്ച്, രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് ദിനം പ്രതി അവരുടെ കൂട്ടത്തിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ചർച്ച് ഗ്രോത്തിനെ കുറിച്ച് ദി ഫസ്റ്റ് സെഞ്ചുറി അക്കൗണ്ടാണ് നമുക്ക് അപ്പസ്തോലിക പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നത്, ആക്സിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, ഇതിൽ ആദ്യം എഴുതിയേക്കുന്നത് ആക്സ് 2, ദെൻ ആക്സ് 9 നമ്മളിന്ന് ചിന്തിച്ചു, ദെൻ ആക്സ് 16. 3 സ്ഥലത്ത് ചർച്ച് വളർന്ന കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയേക്കുന്നിടത്ത് എല്ലാം എഴുതിയേക്കുന്ന കാര്യം, അതിൽ ഫസ്റ്റ് എഴുതിയേക്കുന്ന കാര്യം ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഡോക്ട്രിൻ, നമുക്ക് ക്രിസ്ത്യ ഉപദേശത്തെ കുറിച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജ് വേണം. അല്ലെങ്കിൽ പെന്തിക്കോസ് ഉപദേശം എന്താ, ബ്രദറിന്റെ ഉപദേശം എന്താന്നുള്ളതല്ല. നോ, വാട്ട് ബൈബിൾ ടീച്ചസ്. അതുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്നത് ശരി എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരർത്ഥമില്ല. നമ്മൾ ആക്സിൽ തന്നെ വായിക്കുന്നുണ്ട്, ബെറിയയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഇൻ ദി സെൻസ് അവർ സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കാരണം അവർ വചനം ശോധന ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വി ഷുഡ് ഹാവ് ദി ആക്യുറേറ്റ് നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ, അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ. എന്താണ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ? ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു, അവർ വിശ്വാസത്തിൽ കരുത്ത് നേടി, ഇവിടെ വചനം അനുസരിച്ചപ്പോൾ വിശ്വാസം വർദ്ധിച്ചു, അവർ ഫിയർ ഓഫ് ദി ലോർഡിൽ വ്യാപരിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കംഫർട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അസംബ്ലിയിലേക്ക് ദൈവം ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. നമ്മൾ ചിന്തിക്കാറുള്ള പോലെ ചില ആശുപത്രി ചെന്നാൽ അങ്ങോട്ട് പോയപ്പോൾ ഇല്ലാത്ത രോഗം അവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെ ആരെങ്കിലും കർത്താവ് അയച്ചു കഴിയുമ്പോൾ, ഇവിടെ വന്നു കഴിയുമ്പോൾ കുറേയോടെ ചിത്ത സ്വഭാവങ്ങൾ ഉണ്ടാകുന്ന കർത്താവിന് ബോധ്യം വന്ന കർത്താവ് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കുമോ? നെവർ. അതായത് വലിയ ദ്രവ്യാഗ്രഹം ഇല്ലാത്ത ആളായിരുന്നു, ഇവിടെ വന്ന് കുറേയോടെ ദ്രവ്യാഗ്രഹം ഉണ്ടായി. അല്ലെങ്കിൽ വലിയ ലോകസ്നേഹം ഇല്ലാത്ത ആളായിരുന്നു, ഇവിടെ വന്ന് കുറേയോടെ ലോകസ്നേഹം ഉണ്ടായി. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഒരു സമുദായത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആള്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ബൈബിൾ എഴുതിയേക്കുന്നത്. ഒരാളെ സ്നാനപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ പോകുന്നു ബൈബിൾ എഴുതിയിട്ടില്ല. നോ, കർത്താവ് പറഞ്ഞു, പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ നാടും മൂടും ചുറ്റിത്തിരിഞ്ഞ്, പിന്നെ അവര് കടൽ കടന്ന് അക്കരെ പോകുമായിരുന്നു. കാരണം ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം കൊണ്ട്. പക്ഷെ എങ്ങനെയുള്ള ഭാരമായിരുന്നു? അല്ല, ഈ ദാഹം നല്ലതായിരുന്നു, സീലുണ്ടായിരുന്നു, പക്ഷെ ദാറ്റ് വാസ് വിത്തൗട്ട് നോളജ് ഇല്ലാത്ത, അല്ലെങ്കിൽ അടിസ്ഥാനം ഇല്ലാത്ത ആവേശമായിരുന്നു. അതുകൊണ്ട് കൂടിയവര് ഇരട്ടി നരകസന്തതി ആയിക്കൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ ഭക്തിയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് എങ്ങനെയാ? റോമൻസ് 10 10:1 തുടങ്ങി വായിക്കും, 11 വായിക്കും. സഹോദരരെ, ഇസ്രായേലിനെ കുറിച്ചുള്ള എന്റെ ഹൃദയാഭിലാഷവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നാണ്. അവർ ദൈവകാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ അത് ജ്ഞാനപ്രചോദിതമല്ല. ദൈവത്തിൽ നിന്നുള്ള നീതീകരണത്തെ കുറിച്ച് അജ്ഞരായിരിക്കൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യാഗ്രതപ്പെടുന്നത് കൊണ്ടും അവർ ദൈവത്തിന്റെ നീതീകരണത്തിന് വഴങ്ങിയില്ല. കാരണം ക്രിസ്തു നിയമത്തിന്റെ പൂർത്തീകരണമായിരിക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടും. ഇസ്രായേലിനെ കുറിച്ച് പൗലോസിന് പറയാനുള്ള അധികാരമുണ്ട്. കാരണം ഹി വാസ് എ ഫരിസി. അപ്പൊ പൗലോസ് അവരെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തി പറയുവാണ്, യഹൂദര് ദൈവകാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരാണ്, അല്ലെങ്കിൽ ഭക്തിയുള്ളവരാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ കാര്യത്തിന് വേണ്ടി സെലസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പലപ്പോഴും നമുക്ക് ആ ഒരു ക്വാളിറ്റി തന്നെ പലപ്പോഴും നമുക്കില്ല. ദൈവകാര്യങ്ങളിൽ തീഷ്ണതയില്ല, ഭക്തിയില്ല, ആവേശമില്ല. അതുകൊണ്ട് എല്ലാം ആയി എന്നല്ല. അറ്റ് ദി സെയിം ടൈം പൗലോസ് അവരെ കുറിച്ച് പറയുകയാണ്, അപ്പൊ അവർ ദൈവകാര്യങ്ങളിൽ എങ്ങനെയുള്ളവരാ? ശുഷ്കാന്തിയുണ്ട്,
തീഷ്ണതയുണ്ട്, ഇതെല്ലാം സത്യമാണ്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? അല്ല, അവര് രക്ഷിക്കപ്പെട്ടിട്ടില്ല. പൗലോസ് അതുകൊണ്ട് പറയും ഇവർ രക്ഷിക്കപ്പെടണമെന്നാണ് ഇതിന്റെ പ്രാർത്ഥന. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ആവേശമുണ്ട്, ഉത്സാഹമുണ്ട്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ തയ്യാറാണ്, പാടുപീഡകൾ സഹിക്കാൻ തയ്യാറാണ്, വലിയ ഉത്സാഹം എല്ലാം ഉണ്ട്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു നോളജ്, അല്ലെങ്കിൽ ദൈവവചന പ്രകാരം അല്ല നമ്മുടെ ഭക്തി, നമ്മുടെ ആവേശം, നമ്മുടെ ഉത്സാഹം എങ്കിൽ ആ ഭക്തി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അബ്സല്യൂട്ട്ലി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫെയ്ത്ത് ഇറ്റ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ. പൗലോസ് തന്നെ, ഇത്ര ശ്രേഷ്ഠനായിട്ടുള്ള പൗലോസ് തന്നെ പറയുന്നത് എന്താ? ഞാൻ ജെറുസലേമിൽ പോയപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യം അപ്പസ്തോലന്മാരുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു പോകും? മീൻസ് ഇത് അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ പ്രകാരം അല്ല നമ്മുടെ ഓട്ടോ, നമ്മുടെ ആവേശവും പ്രവർത്തനവും എങ്കിൽ റിസൾട്ട് എന്താ? പൗലോസ് ഞാൻ ഓടിയതും ഓടിക്കൊണ്ടിരിക്കുന്നതും വ്യർത്ഥമാകാതിരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആവേശമോ ഭക്തിയോ വേറുള്ളവരുടെ കൂടെ പോയി എന്തെങ്കിലും കാണിച്ചു, അല്ലെ അവിടെ അങ്ങനെ കാണിച്ചു, ഇതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. നോ, നമ്മുടേത് ഈ തിരുവെഴുത്തിൻ പ്രകാരം കറക്റ്റ് അല്ലെങ്കിൽ, നമുക്ക് ലോകത്തിൽ ഒത്തിരി ഭക്തരുണ്ട് ലോകത്തിൽ, പക്ഷെ തിരുവെഴുത്തിൻ പ്രകാരം കറക്റ്റ് അല്ലെങ്കിൽ നെറ്റ് റിസൾട്ട് 0 ആയിരിക്കും. മരിച്ചു കഴിയുമ്പോൾ നശിച്ചു പോകും. കാരണം ഇവര് യഹൂദരെ കുറിച്ച് പറയുവാണ്, ഇവര് ഭക്തരാണ്, തീഷ്ണതയുണ്ട്. നമുക്ക് പൗലോസിനെ കൊല്ലാൻ വേണ്ടിയിരിക്കുന്നതിന്റെ റീസൺ അവരുടെ യഹൂദ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് പൗലോസിനെ കൊല്ലാനുള്ള ആവേശമുണ്ടോ? അവര് ദൃഢപ്രതിജ്ഞ എടുത്തു, യഹോവയുടെ നാമത്തിൽ പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ലാനോ. തീഷ്ണതയുണ്ട്. പക്ഷെ പൗലോസ് പറയാം ഇവരുടെ ഈ തീഷ്ണത ഇതിന് നോളജിന്റെ ബേസ് ഇല്ലാത്തതുകൊണ്ട് അവര് ദൈവത്തിൽ നിന്നുള്ള രക്ഷ അവർക്ക് പ്രാപിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മളിങ്ങനെ കാഷ്വലായിട്ട് നമുക്ക് ബൈബിളിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല, ബൈബിൾ പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല, ഇതിനകത്ത് ഉത്സാഹമില്ല, അവിടെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കേൾക്കും, ഇതൊക്കെ കേൾക്കുന്ന 90% വിഷം വന്നുകൊണ്ടിരിക്കുന്നത്, 90% പോയിസണാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പിശാചിന്റെ ലാസ്റ്റ് ഡേയ്സിലുള്ള ഏറ്റവും വലിയ പോളിസി എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് തിമോത്തി 4 നമ്മൾ വായിക്കുന്നത് ലാസ്റ്റ് ഡേയ്സിൽ പിശാച് എന്തുകൊണ്ട് വരുന്ന? ഇവിടെ അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ, അവിടെ ഡോക്ട്രിൻ എന്നുള്ള വേർഡ് തന്നെയാണ്. ഒന്ന് വായിക്കോ, ഫസ്റ്റ് തിമോത്തി 4 ഒന്നുകൂടി വായിക്കുമ്പോ Now the Spirit expressly says that Spirit explicitly means ഇതിനകത്ത് ഒരു സംശയമില്ല. പൗലോസ് so confident this is what is going to happen in the latter times. Now the Spirit expressly says that in latter times some will depart from the faith, giving heed to deceiving spirits and doctrines of demons. Doctrines of demons. Acts 2 വായിച്ചു, doctrines of apostles. ഇത് രണ്ടും ഡോക്ട്രിൻ. അപ്പൊ ഈ അപ്പസ്റ്റോലിക് ഡോക്ട്രിനെ കൗണ്ടർ ഫിറ്റ് ചെയ്യുന്ന ഡെമോണിക് ഡോക്ട്രിൻ ലാസ്റ്റ് ഡേയ്സിലുണ്ട്. നമ്മൾ ഇതായി പറഞ്ഞ യൂട്യൂബിൽ നിന്ന് പ്രസംഗം കേട്ടു, അവിടുന്ന് പ്രസംഗം കേട്ടു, 90 to 95% ഈ ലാറ്റർ ഡേയ്സിലെ ഡെമോണിക് ഡോക്ട്രിൻ. ഡെമോണിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത് പിശാചിന്റെ ഡോക്ട്രിനാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. നോ, ഈ കള്ളനോട്ടിനെ തിരിച്ചറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒറിജിനലിനെ കുറിച്ച് നല്ല ആക്യുറേറ്റ് നോളജ് ഇല്ലെങ്കിൽ കള്ളനോട്ട് അറിയത്തില്ല. തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടത്. കാരണം പിശാചിനെ കുറിച്ച് എഴുതിയേക്കുന്നത് പിശാച് താൻ വെളിച്ചദൂതന്റെ വേഷം കെട്ടാറുണ്ട്. ഇതെല്ലാം ദൈവവചനത്തെ കുറിച്ച് ഫസ്റ്റ് കൊറിന്ത്യൻസിൽ പൗലോസ് പറയാം, സിൻസ് ദീസ് ആർ സ്പിരിച്വലി ഡിസേണബിൾ ആയതുകൊണ്ട് സാധാരണ മനുഷ്യൻ ഇത് മനസ്സിലാക്കാൻ ഇമ്പോസിബിൾ എന്ന് എഴുതിയേക്കാൻ പറ്റില്ല. അപ്പൊ നോക്കാം, നമ്മള് ഇതിനെക്കുറിച്ച് ഒരു ആക്യുറേറ്റ് നോളജ് ഇല്ലാതെ യൂട്യൂബിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇത് സ്പിരിച്വലി ഡിസേണബിൾ ആണ്. സ്പിരിച്വലി മാത്രമേ ഡിസൈൻ ചെയ്യാൻ പറ്റൂ. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് മോസ്റ്റ്ലി മജോറിറ്റി ആൾക്കാർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പിരിച്വലി അല്ല. നോ, നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. അത് 100% തെറ്റായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്ലെസ്നെസ് എന്ന് പറയാൻ പറ്റൂ. ഇതിങ്ങനെ ഒരാൾ പറഞ്ഞാലൊന്നും ആൾക്കാർ ശരിയാകുന്ന കേസുകളല്ല. ഇത് ദൈവത്തിന്റെ കൃപയിൽ നിന്ന് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ കണ്ടു അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ ആൻഡ് ഡോക്ട്രിൻ ഓഫ് ഡെമോൺസ്. ഈ രണ്ട് ഡോക്ട്രിനും ഒരുപോലെ ഉണ്ട്. പക്ഷെ ലാസ്റ്റ് ഡേയ്സ് ഈ പിശാചിന്റെ ഡോക്ട്രിൻ ആയിരിക്കും കൂടുതൽ പ്രചാരത്തിലുള്ള സംഗതി. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല അപ്പസ്റ്റോളിക് ഡോക്ട്രിനെ കുറിച്ച് നല്ല ആക്യുറേറ്റ് നോളജും, 2 ഫിയർ ഓഫ് ദി ലോർഡ്, ദെൻ utter decision, absolute decision to obey the word of the Lord,
ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാത്താനിക് സ്നേറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളവിടെ കണ്ടത് അവർ ഫിയർ ഓഫ് ദി ലോർഡിലും കംഫർട്ട് ഓഫ് ദി സ്പിരിറ്റിലും ആയി കഴിഞ്ഞപ്പോൾ അവരുടെ ചർച്ച് വളർച്ച പ്രാപിച്ചു. നമുക്ക് ചർച്ച് വളർച്ച, നമ്പറിൽ വളർച്ച പ്രാപിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് നമുക്ക് ഓരോരുത്തർക്കും ഈ ദൈവത്തിന്റെ വചനത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ക്വാളിറ്റി നമ്മൾ അറ്റൈൻ ചെയ്തേ പറ്റൂ. അപ്പോൾ ഗ്രോത്ത് ഒക്കെ കർത്താവിന്റെ പാട്ട്, അത് കർത്താവ് ചെയ്തോളും. നമ്മളെ സംബന്ധിച്ച് അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ, ഫെലോഷിപ്പ്, ദെൻ ദി ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ്, ഇതെല്ലാം മീനിങ് ഫുൾ ആയിട്ട് ചെയ്യണം. ബ്രേക്കിംഗ് ഓഫ് ദി ബ്രെഡ് എന്ന് പറഞ്ഞാൽ യു ആർ റിമെമ്പറിങ് ദി ഡെത്ത് ഓഫ് ദി ലോർഡ്. അത് യൂണിവേഴ്സിൽ ഒരിക്കലായിട്ട് നടന്ന ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ എറ്റേണിറ്റിയിലും ഈ കർത്താവിന്റെ മരണം, അല്ലെങ്കിൽ ഈ മില്ലേനിയത്തിലും കർത്താവിന്റെ മരണം ഓർക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത്രയൊക്കെ ചർച്ചിന്റെ ഗ്രോത്ത് ദൈവം വളർത്തട്ടെ, പക്ഷെ നമ്മൾ വളർന്നേ പറ്റൂ സ്പിരിച്വലി. അല്ലെങ്കിൽ കംഫർട്ട് ഓഫ് ദി സ്പിരിറ്റും ഫിയർ ഓഫ് ദി ലോർഡും, അല്ലെങ്കിൽ ഒബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ദി ലോർഡും, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ മധ്യേ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ അറ്റൈൻ ചെയ്തേ പറ്റൂ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാര്യം ചിന്തിച്ചിട്ട് കർത്താവിന് നമുക്ക് സ്തുതി സ്തോത്രം അർപ്പിക്കാൻ സമയമെടുക്കാം. നമ്മൾ ഹെബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ വേർഡ് ടു വേർഡ് ആയിട്ടോ അല്ലെ ഓർഡറിലല്ല പഠിക്കുന്നത്, അതിങ്ങനെ ഓൾസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഓൾഡ് ടെസ്റ്റാമെന്റ് അത്യാവശ്യമായിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ പഠിച്ചു. അതായത് ദേവാലയം, അതിനകത്തൊരു ഔട്ടർ കോർട്ട് ഉണ്ടായിരുന്നു, ഹോളി പ്ലേസ് ഉണ്ടായിരുന്നു, ഹോളിസ്റ്റ് ഓഫ് ഹോളി ഉണ്ടായിരുന്നു. ഹോളിസ്റ്റ് ഓഫ് ഹോളിയിൽ കൂരിട്ടായിരുന്നു. ദെൻ ഒരു വാഗ്ദാന പേടകം ഉണ്ടായിരുന്നു. പേടകത്തിൽ ആഹ്റോന്റെ പുഷ്പിച്ച വടി, മന്ന, ദി സ്റ്റോൺ ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ദെൻ ഹോളി പ്ലേസിൽ വിളക്കുകാലുണ്ടായിരുന്നു. പിന്നെ സുഗന്ധ ധൂപങ്ങൾ അർപ്പിക്കുന്ന, ഒറിജിനലി അവിടെയായിരുന്നു, പക്ഷെ നമ്മൾ ഹീബ്രൂസിൽ കാണുമ്പോൾ അത് ഹോളിസ്റ്റ് ഓഫ് ഹോളി. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചത്. ദെൻ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. പൗരോഹിത്യത്തിൽ മാറ്റം വരുമ്പോൾ അതിന്റെ അനുഷ്ഠാനങ്ങളിൽ മാറ്റം വരണം. അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റാമെന്റിലെ ആ പൗരോഹിത്യത്തിന്റെ സയൻസ് അബ്സല്യൂട്ട്ലി ഉണ്ടാകാൻ പാടില്ല മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തില്. പക്ഷെ നമ്മൾ ലോകത്തിൽ കാണുന്ന കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി ടോട്ടലി ഡിഫറെന്റ് ആണ്. അവിടെ പൗരോഹിത്യത്തിന്റെ ലക്ഷണങ്ങളുണ്ട്, ഉടുപ്പുണ്ട്, അരപ്പട്ടയുണ്ട്, തലയിൽ തൊപ്പിയുണ്ട്, കഴുത്തേല് കുരിശ് കെട്ടി തൂക്കിയേക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് നമ്മൾ പഠിച്ച അഗെയിൻ ആൻഡ് അഗെയിൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിന്ന് എസ്കേപ്പ് ചെയ്യേണ്ടവരാ. ദെൻ ഈ ഹെബ്രായ ലേഖനം 11 അധ്യായത്തിൽ വരുമ്പോൾ അതിനിടയിലുള്ള കംപ്ലീറ്റ് കവർ ചെയ്തിട്ടല്ല, വിൽ കണ്ടിന്യൂ ടു തിങ്ക്. 11 അധ്യായം നമുക്കറിയാം, അത് വിശ്വാസത്തെ കുറിച്ചാണ്. ഈ ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ പാടിയപ്പോഴൊക്കെ വിശ്വാസത്തെ കുറിച്ച് പാടാനിടയായി, ചിന്തിക്കാനിടയായി. ഇന്ന് നമ്മൾ ചിന്തിച്ചു they are obeying the word of the Lord and growing in the faith. അപ്പൊ വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നില്ല എങ്കിൽ ഒരു ഫെയ്ത്തും ഇല്ല. അല്ല, നമുക്ക് ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ 1 കൊറിന്തോസ് ഇതുമായിട്ടുള്ള ബന്ധത്തിലല്ല, 1:5 എടുക്കുമ്പോൾ, 1 കൊറിന്ത്യൻസ് 1:5 എടുക്കുമ്പോൾ, അപ്പൊ ഒന്ന് വായിക്കുക. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇന്റർചേഞ്ചബിൾ ആണ്. ഒബീഡിയൻസ്, ഫെയ്ത്ത്, ലവ്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 1 കൊറിന്തോസ് 1:5 അവനിൽ നിങ്ങൾ സർവദാ സമ്പന്നരായിരിക്കുന്നു, സർവവചനത്തിലും സർവ അറിവിലും. അതെ, അപ്പൊ അവിടെ ക്രിസ്ത്യൻ റിച്ച്നെസ്, നിങ്ങൾ സമ്പന്നരായിരിക്കുന്നു. ഈ ലോകത്തില് നമ്മൾ കാണുന്ന ക്രിസ്ത്യൻസ് തന്നെ പഠിപ്പിക്കുന്ന വെൽത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വെൽത്താണ്. സാധാരണക്കാര്, ലോകക്കാർ ചിന്തിക്കുന്ന വെൽത്തിന് തന്നെയാണ്. ക്രിസ്ത്യ വിശ്വാസികളും വെൽത്ത്, സമ്പന്നര്. യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു, നമുക്ക് വേണ്ടി ദരിദ്രനായി. എന്തിനാ നമ്മളെ സമ്പന്നരാകാൻ? അതൊന്നും ലോകത്തിലെ സമ്പത്തിനെ കുറിച്ചേ അല്ല എഴുതിയേക്കുന്നത്. കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ സുപ്രീം ബോസാ, കർത്താവായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ട് ജീവിച്ചത്. അത് സ്പിരിച്വൽ റിച്ച്നെസ് ആയിരുന്നു. അവൻ ദരിദ്രനായി, ഭൗതികമായിട്ട് ഇവിടെ ദരിദ്രനായിട്ട് വന്നത് നമ്മുടെ സ്പിരിച്വൽ പവേർട്ടി മാറ്റി സ്പിരിച്വലി നമ്മളെ അനുഗ്രഹിക്കാൻ. അത് നമ്മൾ വായിക്കുന്ന 1 കൊറിന്തോസിൽ നമ്മൾ വായിച്ചു, നിങ്ങൾ സർവ്വത്തിലും സമ്പന്നരായിരിക്കുന്നു, സർവ വചനത്തിലും അറിവിലും. അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവജ്ഞാനമാണ് നമ്മുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. നമ്മൾ വായിക്കുന്നത് 2 പീറ്ററിന്റെ ലാസ്റ്റ് വേർഡ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരാൻ. കാരണം
കർത്താവിനെ കുറിച്ചുള്ള അറിവ്, പൗലോസ് പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഏറ്റവും വിലപ്പെട്ടത്. വെൻ ഐ കൺസിഡർ ദി സർപാസിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് നോയിങ് മൈ ലോർഡ് ജീസസ് ഐ കൺസിഡർ എവറിത്തിങ് റബിഷ്. അപ്പൊ ഈ കർത്താവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വിലപ്പെട്ടത്. നമുക്ക് നമ്മൾ തന്നെ ഇവിടെ 4-5 വർഷമായിട്ട് അറിയുന്നവരുണ്ട്. ദി മോർ യു ആർ നോയിങ് ഈച്ച് അതർ, നമുക്ക് ആളെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ആ ആൾക്കാരുടെ ക്യാരക്ടർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. സെയിം വേ കർത്താവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വിലപ്പെട്ടത്. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നാം അവനെ കാണുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും. അതുപോലെ നമ്മുടെ അറിവ് ലിമിറ്റഡാണ്. 1 Corinthians 13 പൗലോസ് പറയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, അന്ന് നമ്മൾ മുഖാഭിമുഖം കാണും. അപ്പൊ ആ ഒരു പെർഫെക്റ്റ് പരിപൂർണമായിട്ടുള്ളത് വരുമ്പോൾ, അല്ലെങ്കിൽ ആ പരിപൂർണമായിട്ടുള്ളതെന്ന് പറഞ്ഞേക്കുന്ന ആ സ്റ്റേറ്റ് ആണ് കർത്താവിനെ മുഖാഭിമുഖം കാണുന്നത്. അപ്പൊ ഈ ഹെബ്രായ ലേഖനത്തില് വിശ്വാസത്തെ കുറിച്ച് എഴുതിയേക്കുന്നത്, നമുക്കറിയാം വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഹീബ്രൂസ് 11 അതിൽ ഒരു ക്യാരക്ടർ, അത് എന്താ പറയുക, 1 വർഷം ചിന്തിച്ചാൽ തീരാത്ത ഒരു ചാപ്റ്റർ ഹീബ്രൂസ് 11. അതിൽ ഒരു ഒറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ അതിന്റെ 32 തുടങ്ങി വായിക്കുമ്പോൾ കൂടുതലായി ഇനി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദെയോൻ, ബാറാക്ക്, ശിംശോൻ, യിഫ്ത, ദാവീദ്, ശമൂവേൽ, പ്രവാചകർ എന്നിവരെ കുറിച്ച് പറയാൻ സമയം പോരാ. വിശ്വാസം വഴി അവർ രാജ്യങ്ങൾ ആക്രമിച്ചു, നീതി നടപ്പിലാക്കി, വാഗ്ദാനങ്ങൾ പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ പൂട്ടി, കത്തിക്കാളുന്ന തീ കെടുത്തി, വാൾമനയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി നേടി, യുദ്ധവീരന്മാരായി, വിദേശ സൈന്യങ്ങളെ തുരത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർപ്പിച്ചു കിട്ടി. എന്നാൽ ചിലർ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പുനരുത്ഥാനം നേടാൻ വിമോചനം നിരാകരിച്ചു. അവർ മരണം വരെ പീഡിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ വിശ്വാസത്തിന്റെ ഗ്രേറ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സിനെ കുറിച്ച് എഴുതിയേക്കുന്നത്, ഇതിൽ പൊതുവെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചിന്തിക്കാറേ ഇല്ല. അതായത് കുറെ ആൾക്കാർ ഹീറോയിക് ആയിട്ട് അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എഴുതിയേക്കുന്നു. കുറെ ആൾക്കാര് വിശ്വാസം വഴി തന്നെ അവരെന്ത് ചെയ്തു? വിശ്വാസം വഴി അവർ വിമോചനം നിരാകരിച്ചു. അതിനെക്കുറിച്ച് നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. കാരണം വിശ്വാസം വഴി സിംഹത്തിന്റെ വായ പൂട്ടിയത് എല്ലാവർക്കും ഇഷ്ടം, അല്ലെങ്കിൽ വാൾമുനയിൽ നിന്ന് രക്ഷപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടം, അല്ലെങ്കിൽ തീയിൽ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ വീര പരാക്രമങ്ങളെല്ലാം ഇഷ്ടം. പക്ഷെ ഈ സെക്കൻഡ് പാർട്ടും അവരും ഇതെങ്ങനെ ചെയ്ത്? എന്തുകൊണ്ടാണ്? വിശ്വാസം വഴി അവര് ലോകത്തിന്റെ മുമ്പിൽ പരാജിതരാകുകയും ചെയ്ത്. അവർ എന്നാൽ ചിലർ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പുനരുത്ഥാനം നേടാൻ വിമോചനം നിരാകരിച്ചു. വൈ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസം വഴി അവര് വിമോചനം നേടുവല്ലേ, ഇത് വിമോചനം നിരാകരിച്ചു. കാരണം മെച്ചപ്പെട്ട പുനരുത്ഥാനം അല്ലെങ്കിൽ കൂടുതൽ പൗലോസ് എന്താ പറയുന്നത്? എന്നെ സംബന്ധിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ നേട്ടമാണ്. പക്ഷെ ജീവിക്കാൻ ദൈവം ആയുസ് തരുവാണെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഞാൻ ഒരാളുടെ ഒരു ടെസ്റ്റിമണി, അതായത് ജെന്യുവൻ ആയിട്ട് ടെസ്റ്റിമണി പറയുന്ന ഒരാളുടെ ഒരു ടെസ്റ്റിമണി അടുത്തിടെ കേട്ടതാ. അങ്ങനെ സീരിയസ്ലി രോഗം ബാധിച്ചു, ICUവിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ജീവൻ പ്രാപിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു, പുറത്തു വന്നു. അങ്ങനെ ഫസ്റ്റ് റെസ്പോൺസ് ആണ്, ഐ ബിക്കെയിം വെരി സാഡ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ടെസ്റ്റിമണി പറയുന്ന ആളല്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്നത്, അല്ലെ ആരെങ്കിലും പറഞ്ഞ് ഞാൻ പറയത്തില്ല. ഐ ബിക്കെയിം വെരി സാഡ് മീൻസ് I got an opportunity to meet my Lord but slipped away. See, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ലോകത്തിൽ ഇന്നും ഉണ്ട്, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ടെസ്റ്റിമണി. അപ്പോ ഐ ബിക്കെയിം വെരി സാഡ്. നമ്മുടെ ക്രിസ്തീയ കോളം എന്താ? ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടു വന്നാൽ, ഈ അടുത്ത ദിവസം ഞാൻ പറഞ്ഞതാ, ആരോ ഒരാളങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു, പിറ്റേ ദിവസം എന്ത് ചെയ്തു? ജീവനിൽ നിന്ന് രക്ഷപ്പെട്ടു, ICUവിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താ? ആ ചർച്ചിന്റെ പ്ലാൻ ചെയ്തിരുന്ന പിക്നിക്ക് മുടങ്ങാതെ ആ ആളും കൂടെ കൂടി ഞങ്ങൾ പിക്നിക്കിന് പോയി. പക്ഷേ the other testimony, it should make us think. ഇത് പൗലോസ് എഴുതിയ കാര്യം മാത്രമല്ല, ഇന്നും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ലോകത്തിലുണ്ട്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത്, അവർ കൂടുതൽ മെച്ചപ്പെട്ട പുനരുത്ഥാനം നേടാൻ വേണ്ടിയിട്ട് അവർ വിമോചനം നിരാകരിച്ചു. There was opportunity, ഫെയ്ത്ത് മുഖാന്തരം അവർക്ക് വേണമെങ്കിൽ വിടുതൽ പ്രാപിക്കാം. ബട്ട് they wanted to go to the Lord. അപ്പസ്തലന്മാര് കർത്താവായ യേശുവെ വേഗം പറഞ്ഞു. അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ദി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് എഴുതി, കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ ഈ കൂടാരം വിടാനുള്ള സമയം അടുത്തിരിക്കുന്നു. ദേ ആർ ഹാപ്പി. അപ്പൊ ഇവിടെ മറ്റുള്ളവർ
വിമോചനം നിരാകരിച്ചു. അവർ മരണം വരെ പീഡിപ്പിക്കപ്പെട്ടു. കാരണം they did not ask Lord to deliver. കാരണം അവർക്കറിയാം ഈ ദൈവം, ശദ്രക് മേശക്ക് അഭിനവ പറഞ്ഞു, ഈ ദൈവത്തിന് ഞങ്ങൾ വിടുവിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ വിടുതൽ പ്രാപിക്കേണ്ട അല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് ആവശ്യം എന്താ? വിടുതൽ പ്രാപിക്കാതെ കർത്താവിന്റെ അടുത്തേക്ക് ഏറ്റവും അധികം ചെല്ലേണ്ടതാണ് ആവശ്യം. അങ്ങനെയുള്ളവരും ജീവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓർക്കേണ്ടത്, അതുകൊണ്ട് ഈ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ ആകണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷെ those were all acts of faith. അതും വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും തടവ് ശിക്ഷയും അനുഭവിച്ചു. അവർ കല്ലെറിയപ്പെട്ടു, ആർത്തു മുറിക്കപ്പെട്ടു, വാളിനിരയാക്കപ്പെട്ടു. ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് അനാഥരും പീഡിതരും ക്ലേശിതരുമായി അവർ മരുഭൂമിയിലും മലകളിലും നിലത്തെ ഗുഹകളിലും കുഴികളിലും ഉഴറി നടന്നു. അവരെ ഉൾക്കൊള്ളാൻ ലോകം യോഗ്യമായിരുന്നില്ല. വിശ്വാസത്താൽ വിശ്വാസത്താൽ ഇവരെല്ലാം അംഗീകാരം നേടിയെങ്കിലും ആരും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം അവർ നമ്മെ കൂടാതെ പൂർണ്ണരാകാതിരിക്കാൻ കൂടുതൽ മികച്ചത് ദൈവം നമുക്കായി മുൻകൂർ കരുതിയിരുന്നു. നമ്മൾ ഇതെല്ലാം ഓൾഡ് ടെസ്റ്റമെന്റിലെ കാര്യങ്ങൾ എഴുതിയിട്ട് ഈ ഹെബ്രായ ഗ്രന്ഥകർത്താവ് പറഞ്ഞേക്കുവാണ് ഇതിനേക്കാൾ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. അല്ലെ ന്യൂ ടെസ്റ്റാമെന്റിന്റെ ദി കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത കർത്താവായ യേശു ക്രിസ്തു. കാരണം ഇത് മുഴുവൻ ഓൾഡ് ടെസ്റ്റാമെന്റിനെ കുറിച്ച് എഴുതിയിട്ട് എവിടെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ മികച്ചതെന്ന് പറയുന്നത് ഈ ന്യൂ ടെസ്റ്റാമെന്റ് വാഗ്ദത്തങ്ങളാണ്. കർത്താവ് പറഞ്ഞു, പഴയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഈ ന്യൂ ടെസ്റ്റാമെന്റ് ബിലീവറിലെ ഏറ്റവും ചെറിയവനേക്കാൾ നിസ്സാരനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിൽ ഒരു കാര്യം ചിന്തിക്കാൻ ഉദ്ദേശിച്ചത്, ഈ വിശ്വാസത്തിന്റെ ഫലമായിട്ട് ഇതിൽ 33 തുടങ്ങി വായിക്കും. വിശ്വാസം വഴി അവർ രാജ്യങ്ങൾ ആക്രമിച്ചു, നീതി നടപ്പിലാക്കി, വാഗ്ദാനങ്ങൾ പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ പൂട്ടി, കത്തിക്കാടുന്ന തീ കെടുത്തി, വാൾമുനയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി നേടി. കാരണം ഇതെല്ലാം ചിന്തിക്കേണ്ടതാണ്. ബട്ട് ഈ ഒരു കാര്യം ചിന്തിക്കാം, ബലഹീനതയിൽ നിന്ന് ശക്തി നേടി. നമ്മളെല്ലാം ഒരു സ്റ്റേജോ വേറൊരു സ്റ്റേജ് എടുത്താൽ ബലഹീനതയുള്ളവരും ബലഹീനരും തളർന്നു പോകുന്നവരും തകർന്നു പോകുന്നവരും അല്ലെങ്കിൽ ബലഹീനത അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഈ ബലഹീനതയിൽ നിന്ന് ശക്തി നേടിയത് ഗിദ്യോന്റെ കേസാണ്. ലെറ്റ് us go back to Judges 6 എടുക്കുമ്പോൾ അതായത് സ്പിരിച്വലി തകർന്ന ഒരു ഇസ്രായേൽ. നമ്മളെല്ലാം അതുപോലെ ഒരു കണ്ടീഷനിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കർത്താവിലേക്ക് വന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിട്ട് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് മൈ സ്പിരിച്വൽ ലൈഫ്? പലപ്പോഴും ആത്മാർത്ഥതയോടെ പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പറയാന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലയിൽ എത്താൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നഷ്ടപ്പെടുത്തിയിട്ടുള്ളവരാണ്. നമ്മൾ ഒത്തിരി, എല്ലാവരും കാര്യം എനിക്കറിയില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം എനിക്കറിയാം, ഒത്തിരി എന്താ പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ദൈവം വിഭാവനം ചെയ്ത പോലെ ജീവിക്കുന്നതിൽ ഇൻന്യൂമറബിൾ ടൈംസ് ഫെയിൽ ആയിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ടെസ്റ്റിമണി അത്. അപ്പോൾ ബലഹീനതയിൽ ഇപ്പോൾ ഗിദ്യോന്റെ ലൈഫ് എടുത്താൽ നമ്മൾ വായിക്കുമ്പോൾ 6 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, മുഴുവൻ വായിക്കുന്നത് ഇടയ്ക്കുന്നുള്ള സ്ഥലം വായിക്കുക. അതിൻ്റെ 1-ാം സ്ഥലം അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഇസ്രായേൽ ജനം കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു. നമ്മൾ ജഡ്ജസിന്റെ ബുക്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ലെസനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം. ഇസ്രായേൽ എന്നൊക്കെ തിന്മ ചെയ്തോ ദൈവം എന്ത് ചെയ്തു? ശത്രുക്കൾ വിട്ടുകൊടുക്കുമല്ലേ? ഇത് ശത്രുവിന് ശക്തി കൂട്ടി, ശത്രുക്കൾ അൾട്ടിമേറ്റ്ലി വിട്ടുകൊടുത്തു. ഇറ്റ് ഇസ് ട്രൂ. അപ്പോൾ ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ സ്പിരിച്വലി വീക്ക് ആകുമ്പോൾ ഈ എന്താ പറയുന്നത് ഗാർഡനിൽ ഒരു സാധനമില്ലേ താഴുമ്പോൾ ചെയ്ത് എന്താ പറയുക, അപ്പോൾ നമ്മൾ താഴുമ്പോൾ ശത്രു പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് തന്നെ, ഇസ്രായേൽ ജനം കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു, കർത്താവ് അവരെ 7 വത്സരത്തേക്ക് മിദ്യാന്റെ കയ്യിൽ അകപ്പെടുത്തി. ഈ ചാപ്റ്റർ 3 എടുക്കുമ്പോൾ, ജഡ്ജസ് തന്നെ 3 എടുക്കുമ്പോൾ ഭാഗം വായിക്കുക, അതിന്റെ 12 തുടങ്ങി വായിക്കുമ്പോൾ, വീണ്ടും ഇസ്രായേൽ ജനങ്ങൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് ചെയ്തു. അവർ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് ചെയ്യുകയാൽ കർത്താവ് മോവാബ് രാജാവ് എഗ്ലോനെ ഇസ്രായേലിനെതിരെ ശക്തിപ്പെടുത്തി. മതി. ഇത് ജഡ്ജസിൽ ത്രൂ ഔട്ട് എഴുതിയേക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഇത് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയാ. ഇത് നമ്മുടെ ജീവിതത്തിലും അബ്സല്യൂട്ട്ലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. വെൻ എവർ വി ആർ ഗ്രോയിങ് വീക്ക് സ്പിരിച്വലി,
നമ്മുടെ അഡ്വേഴ്സറീസ് എല്ലാം തലപൊക്കുന്നുണ്ട്, നമ്മളെ ഞെരുക്കാനായിട്ട്, തകർക്കാനായിട്ട്, നശിപ്പിക്കാനായിട്ട്. ഈ ഒരു പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ശത്രുവിന് അവസരം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് ശത്രുവിന് അവസരം കൊടുക്കരുത്, പിശാചിന് അവസരം കൊടുക്കരുത്. പിശാചിന് അവസരം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അവസരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പിശാചിന് അവസരം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് കർത്താവിൽ ശക്തിപ്പെടുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാര്യത്തിൽ ടോട്ടലി സറണ്ടേർഡ് ആയിട്ട് ജീവിക്കുക, ഒരു വീഴ്ച പോലും കൂടാതെ കർത്താവിനെ അനുസരിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൻ്റെ ചിറകിൻ്റെ അടിയിൽ ഇരിക്കുക എന്ന് പറയുന്നതാണ് ശത്രുവിന് ശക്തി കൊടുക്കാതിരിക്കാനുള്ള ഒരേ ഒരു വഴി. ഈ ജഡ്ജസ് തന്നെ ചാപ്റ്റർ 2 എടുക്കുമ്പോൾ അതിന്റെ 11 തുടങ്ങി വായിക്കുമ്പോൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായ ഇസ്രായേൽക്കാർ ചെയ്തു. അവർ ബാലികളെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവും ഈജിപ്ത് ദേശത്ത് നിന്ന് അവരെ ആനയിച്ചവനുമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. അവർ തങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന വിജാതീയരുടെ അന്യദേവന്മാരിൽപ്പെട്ട ദേവന്മാരുടെ പിന്നാലെ പോയി അവയെ വണങ്ങി കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാലികളെയും അസ്താരോത്തിനെയും സേവിച്ചു. തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. അവൻ അവരെ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെടുത്തി. അവർ അവരെ കൊള്ളയടിച്ചു. അവൻ അവരെ ചുറ്റുമുള്ള ശത്രുക്കൾക്ക് കീഴ്പ്പെടുത്തി. തന്മൂലം പിന്നീട് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. അതെ, ദൈവത്തിന്റെ നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാ, ദൈവത്തിന്റെ ഒരു കോമൺ പ്രവർത്തന പദ്ധതിയാണ്. അതായത് നമ്മൾ വീക്കാകണം നല്ല ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ വീക്കാകുമ്പോൾ നമ്മളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം നമ്മുടെ അഡ്വേഴ്സറീസിന് ശക്തി കൊടുക്കും. അവര് നമ്മളെ ഞെരുക്കുമ്പോൾ, കഷ്ടത്തിലാകുമ്പോൾ എന്ത് ചെയ്യും? അതാ ഈ ജഡ്ജസിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. അവരെന്ന് ഞെരുക്കപ്പെട്ടോ അപ്പൊ കർത്താവിനെ വിളിക്കും, അപ്പൊ കർത്താവ് അവരെ വിടുവിച്ചു കഴിഞ്ഞാലോ നന്ദിയോടെയാണോ ജീവിക്കുന്നത്? വിത്തിൻ എ ഷോർട്ട് ടൈം അവർ പഴയ സ്വഭാവത്തിൽ. നമ്മുടെ ജീവിതം ഒന്ന് എടുത്ത് ചിന്തിച്ച് നോക്കും. നമുക്കൊരു കഷ്ടം വരുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിക്കും, ഉപവസിച്ച് പ്രാർത്ഥിക്കും, കണ്ണീരോടെ പ്രാർത്ഥിക്കും. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്താലോ? ആ കഷ്ടത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള ചൂടും ഉത്സാഹവും അല്ലെ പ്രാർത്ഥനയും തീഷ്ണതയും കർത്താവിനുള്ള സ്നേഹത്തിൽ. അപ്പോൾ ഈ ദൈവം എങ്ങനെ സ്റ്റഡി ആയിട്ട് നമുക്ക് നന്മ തരാൻ എങ്ങനെ ദൈവത്തിന് പറ്റും? കാരണം ദൈവത്തിന് ഒരു കാര്യം അറിയുമ്പോൾ നന്മ കൊടുത്താൽ ഇത് മോശമാവും സ്പിരിച്വലി. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് തരാൻ പറ്റും. ഇപ്പൊ നമ്മളെല്ലാം ആയിരിക്കുന്നത് ദി ബെസ്റ്റ് ഫിസിക്കലി, സ്പിരിച്വലി, അല്ലെ നമുക്ക് ഏറ്റവും സേഫായിട്ട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഭൗതിക നന്മയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനൊക്കെ ഒരു അണുവിടെ പോലും ബെറ്റർ കണ്ടീഷൻ നമുക്ക് തരാൻ കർത്താവ് കോൺഫിഡൻ്റ് അല്ല നമുക്ക് തരാൻ. കാരണം ദൈവം അൾട്ടിമേറ്റ് നന്മ ആഗ്രഹിക്കുന്ന ആളാണ് ദൈവം. അൾട്ടിമേറ്റ് നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ ആരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്, ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾ ദൈവമാണ്. അപ്പൊ ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് തരാവുന്ന ഏറ്റവും ബെസ്റ്റ് പൊസിഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഇതിനേക്കാൾ ഒരു എന്താ പറയുന്നത്, നമ്മൾ പറയില്ല ലാസ്റ്റ് സ്ട്രോ ഓൺ ക്യാമൽസ് ബാക്ക് എന്ന് പറയുന്ന പോലെ, ഇതിനേക്കാൾ ഒരു 0.1% നന്മ നമുക്ക് തന്ന പിറ്റേ ദിവസം ദൈവത്തെ മറക്കും. ഇപ്പൊ തന്നെ കർത്താവിന്റെ കാര്യത്തിൽ ചൂടും ഉത്സാഹവും ഒന്നും ഇല്ല. കർത്താവിന്റെ കാര്യത്തിൽ വളരെ പാസീവാണ് ജനറലി. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിന്റെ കാര്യത്തിൽ ഉദാസീനരാകുമ്പോൾ നമ്മുടെ അഡ്വേഴ്സറീസ് ഉണ്ട്. നമ്മുടെ അഡ്വേഴ്സറീസ് ഇവിടെ മോവാബിയരും, ഇവിടെ കാണുന്ന മോവാബിയരും പിന്നെ ആരൊക്കെയാണ്, കുറെ രാജ്യക്കാരും ദേശക്കാരും ഒക്കെ ആണെങ്കിൽ നമുക്കിന്ന് അവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല. നമ്മൾ ഇവിടുത്തെ പാരസൈറ്റ്സ്, ഇവിടുത്തെ അമീബ, ഇവിടുത്തെ ബാക്ടീരിയ, ഇവിടുത്തെ വൈറസ് ഒക്കെ നമ്മുടെ എനിമീസാണ്. ഇത് പാപം ചെയ്തപ്പോൾ ദൈവം തുറന്നു വിട്ട സാധനങ്ങളായത്, അതിനുമുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണേലും ഇവര് ഇപ്പൊ സിംഹത്തെ കുറിച്ചാണെങ്കിൽ നമുക്കറിയാം, എഴുതിയിട്ടുണ്ട്. സിംഹം വൈക്കോല് നിന്നുകൊണ്ടിരുന്ന ആളാണ്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴോ പിന്നെ അവന് മാനിറച്ചി പിടിക്കത്തുള്ളൂ. സെയിം ഒരു പക്ഷേ ഈ ബാക്ടീരിയ വൈറസൊക്കെ അതിന് മുമ്പ് ഉണ്ടായിരിക്കും, പക്ഷേ മനുഷ്യനെ ആക്രമിച്ചിരുന്നില്ല. അപ്പൊ ഇപ്പൊ ശത്രുവിന് ദൈവം ശക്തി കൊടുക്കുമ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ബൈബിളിലുള്ള കാര്യം 1 Chronicles 5 എടുക്കുമ്പോൾ ഇപ്പൊ ഒന്ന് വായിക്കോ, 5:23 തുടങ്ങി വായിക്കുമ്പോൾ 1 Chronicles 5:23. വലിയ പുസ്തകം ക്രോണിക്കിൾസ്. മനശ്ശെയുടെ അർദ്ധഗോത്രത്തിലെ അംഗങ്ങൾ ബാസാൻ മുതൽ ബാൽ ഹെർമോൻ, സെനീർ, ഹെർമോൻ പർവ്വതം എന്നിവിടങ്ങൾ വരെ പാർത്തു. ആ ദേശത്ത് അവരുടെ സംഖ്യ വളരെ വലുതായിരുന്നു. അവരുടെ പിതൃഭവന തലവന്മാർ ഇവരാണ്: ഏഫേർ,
ഇഷി, എല്ലിയേൽ, അസ്രിയേൽ, ഇരമ്യ, ഒദവ്യ, യഹ്ദിയേൽ ഈ വീരയോദ്ധാക്കൾ കീർത്തിയുള്ള പിതൃഭവന തലവന്മാരായിരുന്നു. പക്ഷെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ നേരെ അതിക്രമം കാട്ടി. ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞിരുന്ന തദ്ദേശവാസികളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ കൂത്താടാൻ പോയി. തന്മൂലം ഇസ്രായേലിന്റെ ദൈവം അസീറിയ രാജാക്കന്മാരായ കൂനിലും ഉന്മേഷം പകർന്നു. അപ്പൊ മതി. അപ്പൊ അതില് അതിന്റെ 25ാം സെന്റൻസില് ഇസ്രായേലിന്റെ ദൈവം, കാരണം ഇവര് ഈ മനേശയുടെ ഗോത്രക്കാര് ശക്തരായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ഇച്ചിരി ശക്തിയും കഴിവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ആ ദേശവാസികളുടെ ദേവന്മാരെ വണങ്ങാൻ പോയി. അപ്പൊ 25ാം സെന്റ് തന്മൂലം ഇസ്രായേലിന്റെ ദൈവം അസീറിയ രാജാക്കന്മാരായ പൂലിനും തിശ്ലത്ത് പിൽനേസറിനും ഉന്മേഷം പകർന്നു. അവർ റൂബീനരെയും ഗാദിയരെയും മനേശയുടെ അർത്ഥഗോത്രത്തെയും പിടികൂടി ഹല, ഹാബോർ, ഹാറ, ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇന്നോളം അവർ അവിടെ ഉണ്ട്. നമുക്ക് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയാണ്. ഇവര് ദൈവത്തെ മറന്നു കഴിഞ്ഞപ്പോ ശത്രുവിന് ദൈവം ശക്തി കൊടുത്തു. എന്നിട്ട് നമ്മൾ മനേശയെ കുറിച്ച് വായിക്കുന്ന പോലെ മനേശയെ ബന്ധിച്ച് ബാബിലോണിലോട്ട് കൊണ്ടുപോയി അവിടെ അടിമത്തത്തിലായി കഴിഞ്ഞപ്പോ മനേശ എന്ത് ചെയ്തെന്ന് എഴുതിയിരുന്നു? യഹോവ ദൈവമെന്ന് മനേശ അപ്പോൾ മനസ്സിലാക്കി. സെയിം വേ ഇവിടെ ഇവരെ പിടികൂടി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇവര് ആ തദ്ദേശത്ത് അവർ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ അവർ ദൈവത്തെ മറന്നു കഴിഞ്ഞപ്പോൾ അവരെ ഒരു ശത്രു വന്ന് ഒരു ദിവസം അവരെ പിടിച്ചോണ്ട് പോയി. അവരുടെ സ്ഥലവും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കർത്താവില് എല്ലാ വിധത്തിലും ശക്തി പ്രാപിക്കാൻ ഓൾ ഔട്ട് എഫേർട്ട് ഉണ്ടായിരിക്കേണ്ടവരാ. അപ്പൊ ശത്രു അവിടെ തല താഴ്ത്തു. നമ്മൾ വായിക്കുന്നുണ്ട് 81ാം സങ്കീർത്തനത്തില് 81ാം സങ്കീർത്തനത്തില് മുഴുവൻ അൺലൈക്ലി കണ്ടീഷൻസ്. അത് ദൈവ ഹൃദയത്തിന്റെ ദീനരോധനം. 81ാം സങ്കീർത്തനം 81ല് ഒന്ന് വായിക്കോ? അത് മുഴുവൻ വായിക്കണ്ട, 8 തുടങ്ങി വായിച്ചാൽ മതി. എന്റെ ജനമേ കേട്ടാലും ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകും. ഇസ്രായേലേ, നീ എന്നെ കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവൻ ഉണ്ടാകില്ല. അവത് ഓടിച്ചു വിട്ടുപോലെ ദൈവം അവിടെ എക്സ്ക്ലമേറ്ററി മാർക്കായിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇസ്രായേലേ, നീ എന്നെ കേട്ടിരുന്നു. നമ്മളോടെല്ലാം ദൈവത്തിന് പറയാനുള്ള ഒരു കാര്യം അത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവന്റെ ഒരു നിഴല, അല്ലെങ്കിൽ റെഡീംഡ് ആയിട്ടുള്ള ഒരു സെയിന്റിന്റെ നിഴല, അല്ലെങ്കിൽ യാക്കോബ് ഇസ്രായേൽ ആയത് രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. അപ്പൊ ഇസ്രായേലെ നീ എന്നെ, കാരണം ഇസ്രായേൽ ആയതുകൊണ്ട് ഇസ്രായേൽ കേട്ടോ? ഇല്ലല്ലോ, അവർ ദൈവത്തോട് മറുതലിക്കുക ചെയ്ത്. ഇസ്രായേലെ നീ എന്നെ കേട്ടിരുന്നെങ്കിൽ, അതായത് ദൈവത്തിന് കുറെ സ്കീം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. വായിച്ചു നോക്കി. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവൻ ഉണ്ടാകുകയില്ല, ഒരു അന്യദേവനെയും നിങ്ങൾ നമിക്കുകയില്ല. ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ ആനയിച്ച നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. നിന്റെ വായ് മലർക്കെ തുറക്കുക, ഞാനത് നിറയ്ക്കും. എന്നാൽ എന്റെ ജനം എന്റെ സ്വരം ചെവിക്കൊണ്ടില്ല. അപ്പോ ഇവിടെ നമ്മൾ കണ്ടു, എന്റെ ജനം എന്നെ കേട്ടിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ഞാൻ നിന്റെ വായ് മലർക്കെ തുറക്കുക, ഞാൻ നിറയ്ക്കും. ഇതെല്ലാം, അതായത് നമുക്ക് എല്ലാ നന്മകളും തരാൻ ദൈവം വിഭാവനം ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ എഴുതിയേക്കുവാണ്, എന്നാൽ എന്റെ ജനം എന്റെ സ്വരം ചെവിക്കൊണ്ടില്ല, ഇസ്രായേൽ എനിക്ക് വഴങ്ങിയില്ല. അതായത് നമ്മൾ ഇവിടെയാണ് മനുഷ്യന് ദൈവം കൊടുത്തേക്കുന്ന സ്വാതന്ത്ര്യം. അത് നമ്മൾ വോളണ്ടറി ആയിട്ട് കീഴ്വഴങ്ങാതെ ദൈവം ആരെയും പിടിച്ച് കീഴ്പ്പെടുത്തില്ല. അറ്റ് ദി സെയിം ടൈം ദെയർ ഇസ് എ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അവിടെ ചെല്ലുമ്പോൾ പിന്നെ വഴങ്ങൊന്നും വേണ്ട, വഴങ്ങിക്കൊടുക്കും മനുഷ്യൻ. അതുവരെയുള്ളൂ നമുക്ക് വഴങ്ങാനും വഴങ്ങാതിരിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ജനം എനിക്ക് വഴങ്ങിയില്ല, എന്നെ ചെവിക്കൊണ്ടില്ല, എനിക്ക് വഴങ്ങിയില്ല. അതിനാൽ അവരുടെ ആലോചനകൾ അനുസരിച്ച് തന്നെ നടക്കാൻ അവരുടെ കഠിന ഹൃദയങ്ങൾക്ക് ഞാൻ അവരെ വിട്ടുകൊടുത്തു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ അങ്ങ് പോകുമ്പോൾ നമ്മൾ മിടുക്കരായിക്കൊണ്ടിരിക്കുമല്ലോ. ദൈവം അനുവദിച്ചിട്ടാ. ദൈവം അനുവദിച്ചില്ല ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ വായിക്കുന്ന ഹെറോദോസ് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ദൈവത്തിന്റെ ഒരു മാലാഖ അവനെ അടിച്ചു വീഴ്ച്ചു, അവൻ വീഴ്ത്തി. ദാറ്റ് ഈസ് എ ഫെയ്റ്റ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവത്തോടുള്ള നിഷേധത്തിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നോ. അപ്പൊ ഇവിടെ
ഇസ്രായേൽ എനിക്ക് വഴങ്ങിയില്ല. അവരുടെ ആലോചനകൾ അനുസരിച്ച് തന്നെ നടക്കാൻ അവരുടെ കഠിന ഹൃദയങ്ങൾക്ക് ഞാൻ അവരെ വിട്ടുകൊടുത്തു. കഠിന ഹൃദയത്തിന്റെ ലക്ഷണമാണ് നമ്മുടെ ആലോചന അനുസരിച്ച് പോകുന്നത്. അല്ലെങ്കിൽ ദൈവിക ആലോചനയിൽ നടക്കേണ്ടവരാണ് നമ്മൾ. നടക്കാനുള്ള വഴിയാണ് ദൈവത്തിന്റെ വചനത്തിൽ വരച്ച് കാണിച്ചേക്കുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരം പോകുമ്പോൾ ദൈവം ഫോഴ്സേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ദൈവവചനത്തെ മാറുന്നു നമ്മൾ ജീവിക്കുന്നത്. ഇറ്റ്സ് എ സൈൻ ഓഫ് ബീങ് ഫോഴ്സേക്കൺ ബൈ ദി ലോർഡ്. നമ്മൾ വായിക്കുന്നില്ലേ, റോമൻസ് 1 വായിക്കുന്നുണ്ട്, ഹോമോസെക്ഷുവാലിറ്റി ഇറ്റ്സ് എ സൈൻ ഓഫ് ബീങ് ഫോഴ്സേക്കൺ ബൈ ദി ലോർഡ്. ദൈവത്തിന്റെ പണിഷ്മെന്റിന്റെ ഒരു സൈനാണ്, അല്ല നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന പോലെ ദൈവത്തിന് സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്നതിന്റെ ഒരു സൈനല്ല. അപ്പൊ ഇവിടെ അതിനാൽ അവരുടെ ആലോചനകൾ അനുസരിച്ച് തന്നെ നടക്കാൻ അവരുടെ കഠിന ഹൃദയങ്ങൾ ഞാൻ അവരെ വിട്ടുകൊടുത്തു. എന്നിട്ട് ദൈവം വീണ്ടും പറയാം, ദൈവം കമ്പാഷനേറ്റ് ആയതുകൊണ്ട്, എന്റെ ജനം എന്നെ ചെവിക്കൊണ്ടിരുന്നെങ്കിൽ, ദുഃഖം ദൈവത്തിന്. അങ്ങനെ ഇസ്രായേൽ എന്റെ മാർഗങ്ങളിൽ വ്യാപരിച്ചിരുന്നെങ്കിൽ ഉടനെ അവരുടെ ശത്രുക്കളെ ഞാൻ അമർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ ശത്രുക്കളെ ദൈവം അമർച്ച ചെയ്തില്ല. പ്രത്യേക ശത്രുക്കൾക്ക് ദൈവം എന്ത് കൊടുത്തു? ശക്തി കൊടുത്തു. അവരുടെ പ്രതിയോഗികൾക്കെതിരെ എൻ്റെ കൈ ഉയർത്തുമായിരുന്നു. പക്ഷെ ദൈവം കൈ ഉയർത്തിയില്ല. കാരണം നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം നമ്മുടെ ആലോചനകൾ അനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് നോക്ക്, ദൈവിക വിജ്ഞാനം വേണ്ട, ലോകത്തിലെ ബുദ്ധിയും വിജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കും. കാരണം മനുഷ്യൻ വിഡ്ഢിയല്ല, മനുഷ്യന് ഒരു ഇന്റലക്ച്വൽ ക്രീച്ചറാണ് ദൈവത്തിന്റെ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യന്റെ ഫെയ്റ്റും ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുടെ ഭാവിയും ദൈവത്തെ വിളിക്കുന്നവരുടെ നന്മയും ഈ ദൈവിക വിജ്ഞാനം വെച്ചിട്ടല്ല, ലോകത്തിലെ വിജ്ഞാനം വെച്ചൊന്ന് വിലയിരുത്തിയാൽ തന്നെ നമ്മൾ ദൈവത്തിൽ വരും. അപ്പൊ ഈ ദൈവത്തിൽ വരാത്തതിന്റെ ഓൺലി റീസൺ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ബീങ് ഫോഴ്സേക്കൺ ബൈ ദി ലോർഡ്. ദൈവം ഫോഴ്സേക്ക് ചെയ്താൽ ആർക്കും സുബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത് സൈൻ ഓഫ് ബീങ് എന്താ പറയുക, ദൈവത്തിലോട്ട് വരുന്നതിന് മാനസാന്തരത്തിന് സത്യവേദോസിൽ എഴുതിയേക്കുന്ന വേർഡ് ഇറ്റ്സ് വെരി ആക്യുറേറ്റ്. അവന് സുബോധം വന്നപ്പോ പിതാവിന്റെ അടുക്കിലേക്ക് വന്നു. അപ്പോ ഈ ദൈവത്തിലേക്ക് തിരിയാത്ത മനുഷ്യർക്ക് ദൈവം നൽകിയത് സുബോധ. ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ എല്ലാ ഉപായങ്ങളും കണ്ട് ദൈവം നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യന്റെ ബുദ്ധി ഒന്ന്, അതായത് ഞാൻ എൻ്റെ ജീവിതാനുഭവം എല്ലാവരുടെയും ജീവിതാനുഭവം, അതായത് മനുഷ്യനോട് ഒരു വിക്കറ്റ് ക്രീച്ചർ ലോകത്തിലില്ല. ഈ 630 കോടി മനുഷ്യര് 630 കോടി ചിന്തയാണ്, 630 കോടി തലയാ. ഒരു മനുഷ്യനും ഈ ദൈവത്തിന്റെ ആ സുപ്രീം സോവർണിറ്റിക്ക് കീഴടങ്ങിയിരിക്കില്ല. റബല്യസാണ്, എല്ലാ മനുഷ്യനും റബല്യസാണ്. ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കില്ല, ഭർത്താവ് ഭാര്യയ്ക്ക് കീഴടങ്ങിയിരിക്കില്ല, അല്ലെ ദൈവവചനത്തിന് മനുഷ്യൻ കീഴടങ്ങിയിരിക്കില്ല, മക്കള് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കില്ല. റബല്യസാണ്, റബല്യസ്. നമ്മൾ വായിക്കുന്നുണ്ട് ഐസ 53 കർത്താവ് മരിച്ചതിന്റെ ഒരു പർപ്പസ് എന്തായിരുന്നു? ഒത്തിരി പർപ്പസ് ഉണ്ട്, അതിക്രമങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു. അതെ, എല്ലാവരും അവനവന്റെ വഴിക്ക് പോയി അതിൽ നിന്ന് രക്ഷിക്കാനാണ് കർത്താവ് മരിച്ചത്. പക്ഷെ ഈ കർത്താവിന്റെ മരണം മൂലം രക്ഷപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഏതാ? അവനവന്റെ വഴിയാണ്. ദാറ്റ് മീൻസ് കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നമ്മൾ പ്രാപിക്കുന്നില്ല. നമ്മുടെ വഴിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് മരിച്ചത്. ഇടയിലില്ലാത്ത ആളുകളെ പോലെ അവരെ കണ്ടപ്പോൾ കർത്താവിന് ദുഃഖം തോന്നി. എന്നാൽ അവര് കർത്താവിന്റെ വഴിക്ക് നടക്കേണ്ടവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഈ ലെറ്റസ് കമ്പയർ ടു ജഡ്ജസ് 6 ഇപ്പൊ ഗിദിയോന്റെ കണ്ടീഷനാണ് നമ്മൾ ചിന്തിച്ചത്. ഗിദിയോൻ കാരണം ബിക്കോസ് ഓഫ് ദി പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കാരണം ഗിദിയോൻ ഇന്ന് വളരെ ബലഹീനനാണ്. അപ്പൊ 6:2 വായിക്കുമ്പോൾ മിദ്യാൻ ഇസ്രായേൽ ജനം കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു. കർത്താവ് അവരെ 7 വത്സരത്തേക്ക് മിദ്യാന്റെ കയ്യിൽ അകപ്പെടുത്തി. മിദ്യാൻ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തി. മിദ്യാൻ നിമിത്തം ഇസ്രായേൽക്കാർ പർവ്വതങ്ങളിലെ രഹസ്യ സങ്കേതങ്ങളെയും ഗുഹകളെയും ദുർഗങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നു. ഇസ്രായേൽക്കാർ വിത്തിറക്കുമ്പോഴെല്ലാം മിദ്യാനിയരും അമാലേക്കരും കിഴക്കരും വന്ന് അവരെ ആക്രമിക്കും. അവർ ഇസ്രായേലിനെതിരെ പാളയമടിച്ച് ഗസ വരെയുള്ള ദേശത്തെ വിളകളെല്ലാം നശിപ്പിക്കും. അവർ ഇസ്രായേലിൽ ഭക്ഷണമോ ആടോ കാളയോ കഴുതയോ ബാക്കി വെക്കുകയില്ല. അവർ അവിടെ കന്നുകാലികളും കൂടാരങ്ങളുമായി എണ്ണത്തിൽ വെട്ടുക്കിളികളെ പോലെ വരും. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. തന്മൂലം കടന്നു വന്നപ്പോൾ തന്നെ അവർ ദേശം നശിപ്പിച്ചു. മിദ്യാൻ മൂലം ഇസ്രായേൽ വളരെ താഴ്ത്തപ്പെട്ടു. ഇസ്രായേൽക്കാർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ നമ്മൾ ദൈവം വിഭാവനം ചെയ്യുന്ന ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. എൻ്റെ ജനം എന്നെ ശ്രവിച്ചിരുന്നെങ്കിൽ. അപ്പൊ ഈ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സഭയിലുള്ള ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്.
ദൈവം ആഗ്രഹിക്കുന്ന റിപ്പൻറ്റൻസിൽ ഓരോരുത്തരെയും കൊണ്ടുവരണമെന്ന്. കാരണം ഐ ഡോണ്ട് നോ, എൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ചോ എൻ്റെ സ്വപ്നം അനുസരിച്ചല്ല, പക്ഷേ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ റിപ്പൻറ്റൻസിൽ വാട്ട് എവർ മേ ബി ദി മീൻസ് ലോഡ് ഈസ് യൂസിങ്, ഐ വിൽ ഗ്ലോറിഫൈ ദി ലോഡ്. ഏത് ഇങ്ങനെയാണ് എഴുതിയത് 32-ാം സങ്കീർത്തനത്തിൽ, നീ ബുദ്ധിയില്ലാത്ത കഴുതയെ പോലെ, കോവർ കഴുതയെ പോലെ ആകരുത്, കടിഞ്ഞാണോ അല്ലെ ചൂണ്ടയും കുളത്തും ഒക്കെ ഇട്ട് പിടിച്ചില്ലെങ്കിൽ അവൻ വരില്ല. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിൽ ജീവിക്കാത്ത ആൾക്കാരെ ചൂണ്ടയും കുളത്തും ഇട്ട് പിടിച്ചാൽ ഐ വിൽ ബി വെരി ഹാപ്പി. കാരണം മാനസാന്തരപ്പെട്ടാൽ മാത്രമേ മനുഷ്യന് നന്മ വരത്തുള്ളൂ. ചൂണ്ടയോ കുളത്തോ എന്താ പറയുക, ആനയ്ക്ക് എന്തൊക്കെയുണ്ട്, കോലും വടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്ന പോലെ വാട്ട് എവർ മേ ബി ദി മീൻസ് ഗോഡ് ഈസ് യൂസിങ്, മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം തന്റെ വാളിന് മൂർച്ച കൂട്ടട്ടെ ദൈവം, എന്നാലും മനുഷ്യൻ മാനസാന്തരപ്പെട്ട് പറ്റും. പക്ഷെ പലരെ കുറിച്ച് പല എക്സ്പെക്ടേഷൻ ആയിരിക്കും. അപ്പൊ എൻ്റെ ഒരു സ്റ്റഡി ആയിട്ടുള്ള പ്രാർത്ഥനയാണ്, ഇവിടെ കൂടി വരുന്ന ഓരോരുത്തരും ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല, ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന റിപ്പൻറ്റൻസി വന്നേ പറ്റൂ, അല്ലെങ്കിൽ ദൈവം കൊണ്ടുവരും. പോളിസി ഓഫ് ദി ലോർഡ്. അപ്പൊ ഇവിടെ രാജാക്കന്മാരായിട്ട് വാഴേണ്ട ഇസ്രായേൽക്കാര് കാനാനിൽ നിന്ന് അവരെല്ലാം ഇറക്കി വിട്ട് അവർക്ക് രാജ്യം കൊടുക്കുക. ജോഷുവയുടെയും അല്ലെ മോശയുടെയും ഒക്കെ കാലത്ത് ഇവര് രാജാക്കന്മാരെ പോലെ രാജാക്കന്മാരെ നിഗ്രഹിച്ച് ദേശം പൊസസ് ചെയ്ത ഇപ്പൊ ഇസ്രായേൽക്കാര് കണ്ടീഷൻ എന്താ? കൃഷി ചെയ്യും, പക്ഷെ വേറൊരാള് വിളവെടുക്കും. നമ്മൾ വായിക്കുന്ന എന്താ? 128-ാം സങ്കീർത്തനം, കർത്താവിന് ഭയപ്പെട്ട അവന്റെ മാർഗങ്ങളിൽ വ്യാപരിക്കുന്ന മനുഷ്യർ ഭാഗ്യവാൻ, അധ്വാന ഫലം അനുഭവിക്കും. അധ്വാന ഫലം അനുഭവിക്കാൻ പറ്റില്ല കർത്താവിനെ സേവിച്ചില്ലെങ്കിൽ, വെറുതെ അധ്വാനിക്കാവുന്നുള്ളൂ. നമ്മൾ വായിക്കുന്ന എന്താ? സഭാപ്രസംഗി വായിക്കുന്നത്, അതായത് ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യന് ദൈവം ആനന്ദവും സന്തോഷവും കൊടുക്കുന്നു, ദൈവത്തെ ഭയപ്പെടാത്ത പാപിക്കോ എന്താ? അതെ, അതായത് ദൈവത്തെ ഭയപ്പെടുന്നതിന് വേണ്ടി സമ്പാദിക്കാനുള്ള ജോലി കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ആ ജോലി ഏറ്റെടുക്കരുത്. നമ്മൾ ദൈവത്തെ സേവിച്ചാൽ അധ്വാന ഫലം നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ ഫൂളിഷായിട്ട് ജീവിക്കരുത് ദൈവത്തിന് വേണ്ടി. ദൈവസന്നിധിയിൽ ബുദ്ധിമാന്മാരായിട്ട് ജീവിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഗിദിയോന്റെ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാൽ, ഒത്തിരി കൃഷി ഇറക്കും, അത് വന്ന് മിദ്യാൻകാരെ അവരെല്ലാം കൊണ്ടുപോകും, കുറെ കാളയും കഴുകും, എല്ലാം വിട്ടിട്ട് പോകും. അറ്റർ ഹെൽപ്ലെസ്നെസ് ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ നമ്മുടെ ഗതി. നമ്മൾ കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു, ഇത് വീണ്ടെടുക്കപ്പെട്ടവരാ, ഇസ്രായേൽക്കാരാ. നമ്മളും ഇന്ന് കർത്താവിനെ സേവിക്കേണ്ട പോലെ സേവിച്ചില്ലെങ്കിൽ നമ്മുടെ ഗതി ഇതിൽ നിന്ന് ഒട്ടും ഡിഫറെന്റ് ആയിരിക്കത്തില്ല. നമ്മൾ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല, സമാധാനത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അൺകൺവേർട്ടഡ് റിലേറ്റീവ്സിനേക്കാൾ എല്ലാ രീതിയിലും നമ്മൾ മോശമായിരിക്കും. ഭൗതികമായിട്ടും എല്ലാ രീതിയിലും സഫറിങ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് കുറയുന്ന സഭയിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കാണുന്ന പോലെയൊക്കെ തന്നെയായിരിക്കും രക്ഷിക്കപ്പെട്ട ജാതീയരാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവര് അകാല ചരമം പ്രാപിച്ചു, രക്ഷിക്കപ്പെടാത്തവരോ അവര് ജീവിച്ചിരുന്നു. ഇത് തന്നെ നമ്മുടെ ഗതി. നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ഗതി ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഉപ്പ് നല്ലതാണ്, അത് ഉറകെട്ട് പോയാൽ അബ്സല്യൂട്ട്ലി യൂസ്ലെസ് ആ, പിന്നെ അത് ഗുണപ്പെടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ എങ്ങനെയെങ്കിലും സേവിക്കാന്ന് വെച്ചാൽ നടക്കില്ല. നോ, കർത്താവ് പറഞ്ഞേക്കുന്ന വഴിക്ക് കർത്താവിനെ സേവിച്ചില്ലെങ്കിൽ ഇപ്പൊ ഇസ്രായേൽക്കാരുടെ ഈ ഗതിയാവും നമുക്ക്. അപ്പൊ നമ്മൾ അടിയിലോട്ട് വായിക്കുമ്പോൾ, മിദ്യാനിയർ നിമിത്തം 6-7, മിദ്യാനിയർ നിമിത്തം ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ കർത്താവ് ഇസ്രായേൽക്കാർക്ക് ഒരു പ്രവാചകനെ അയച്ചു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പ്രവാചകൻ വരുമ്പോൾ കൊടുക്കുന്നത് ദൈവത്തിന്റെ വചനം. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ വചനം കിട്ടുക എന്ന് പറയുന്നത് ദൈവ സന്ദർശനത്തിന്റെ ഒരു ലക്ഷണം, ദൈവത്തിന്റെ കരുണയുടെ ഒരു ലക്ഷണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഡൈലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള ഗോസ്പിളേ കിട്ടത്തുള്ളൂ, വിഷം ചേർത്ത ഗോസ്പിളേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ദുരുപദേശം നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് സത്യമായിട്ടുള്ള ഉപദേശം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ദൈവ സന്ദർശനത്തിന്റെ ഒരു ഭാഗ്യമാണ്. ഇസ്രായേൽക്കാരുടെ നാശത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് Psalm 74 ആണെന്ന് തോന്നുന്നു, മേ നോട്ട് ബി കറക്റ്റ്, 74-ാം സങ്കീർത്തനത്തില് എഴുപത്തിനാലിന്റെ 9 ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങൾ ഒന്നും കാണുന്നില്ല, പ്രവാചകരാരും ശേഷിച്ചിട്ടില്ല. കണ്ടോ? ഇത് എത്ര കാലത്തേക്ക് എന്ന് ഞങ്ങളിൽ ആർക്കും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ദൈവം ഉപേക്ഷിച്ചതിന്റെ ഒരു സൈനായിരുന്നു പ്രവാചകന്മാരില്ലാതായി. അപ്പൊ ഇവിടെ അവർ കരഞ്ഞപ്പോൾ ദൈവം ആദ്യം ചെയ്തത് എന്താ? ദൈവം ഒരു പ്രവാചകനെ അയച്ചു ഇസ്രായേൽക്കാർക്ക്. പ്രവാചകൻ വന്ന് ദൈവത്തിന്റെ വഴികൾ പഠിപ്പിച്ചു, അല്ലെ ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള അവസരം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഒരു പ്രവാചകനെ അയച്ചു. അയാൾ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചു, അടിമഭവനത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു,
ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ മർദ്ദിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിച്ചു. അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ തുരത്തി. അവരുടെ ഭൂമി നിങ്ങൾക്ക് ഞാൻ തരികയും ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ വസിക്കുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെ നിങ്ങൾ പൂജിക്കരുത്, എന്നാൽ നിങ്ങൾ എൻ്റെ സ്വരം അവഗണിച്ചു. അതായത് ദൈവത്തിന്റെ പ്രവാചകൻ വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ അറിയാൻ പറ്റുന്നത് തന്നെ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയുടെ ഒരു ഭാഗമാണ്. നമുക്കറിയാലോ, നമ്മുടെ റിലേറ്റീവ്സ് കത്തോലിക്കരുണ്ട്, യാക്കോബക്കാരുണ്ട്, മർത്തോമാക്കാരുണ്ട്, CSIക്കാരുണ്ട്, പുരോഹിതരുടെ പുറകെ നടക്കുന്നവര്, വിഗ്രഹങ്ങളുടെ പുറകെ നടക്കുന്നവര്, തീർത്ഥാടനങ്ങളുടെ പുറകെ നടക്കുന്നവര്, അല്ലെങ്കിൽ ദുരുപദേശങ്ങളുടെ. ഇതിൽ നിന്ന് ഈ സത്യമായിട്ടുള്ള ഉപദേശം, അതിനെക്കുറിച്ച് ഒരു ചിന്തിക്കാൻ ഒരു അവസരം കിട്ടിയത് തന്നെ കർത്താവിന്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരു പ്രവാചകനെ ദൈവം അയച്ചു. അപ്പൊ നമ്മൾ സൈൻ ഓഫ് ബീയിങ് ഫോഴ്സേക്കൻ ആയിട്ട് Psalm 74 കാണുന്നത്, ഇനി പ്രവാചകരാരും ശേഷിച്ചിട്ടില്ല, പ്രവാചകനില്ല, ദൈവത്തിലേക്ക് വഴി നടത്താൻ, ദൈവത്തിന്റെ വചനം പറയാൻ ആരുമില്ല, ദൈവത്തിന്റെ വചനം തന്നെ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ആമോസിൽ വായിക്കുന്നുണ്ട് അന്ത്യത്തെക്കുറിച്ച്, അന്ത്യകാലത്ത് ദൈവത്തിന്റെ വചനം കിട്ടായികയാലുള്ള ക്ഷാമം അവരുടെ ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനം കിട്ടുന്നതും ദൈവത്തിന്റെ വചനം ചിന്തിക്കുന്നതും ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അറിയുന്നതും ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ ബ്ലെസ്സിങ്. അപ്പൊ അതിന്റെ 11 തുടങ്ങി വായിക്കുമ്പോൾ, അപ്പോൾ കർത്താവിന്റെ മാലാഖ വന്ന് ഒഫ്രയിൽ അബിയേസീറിയനായ യോവാശിന്റെ വക ഓക്ക് മരത്തിന്റെ കീഴെ ഇരുന്നു. യോവാശിന്റെ പുത്രൻ ഗിദിയോൻ മിദ്യാനിയരുടെ കണ്ണിൽ പെടാതിരിക്കാൻ മുന്തിരിച്ചക്കിൽ വെച്ച് ഗോതമ്പ് മെതിക്കുകയായിരുന്നു. അപ്പൊ മുന്തിരിച്ചക്ക് എന്നുള്ള സ്ഥലം, മുന്തിരി ആട്ടാനുള്ള സ്ഥലം. അപ്പൊ ഇപ്പൊ മുന്തിരിച്ചക്കിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്താ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തിനു വേണ്ടി വിളിച്ചോ, എന്തിനു വേണ്ടി ജീവിക്കുന്നോ, ഈ ദൈവം ഇല്ലാതായി കഴിഞ്ഞാൽ മുന്തിരിച്ചക്കില് ഗോതമ്പ് മെതിക്കുമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ട്. നമ്മളായിരിക്കുന്നതിന്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. പക്ഷെ കർത്താവിന്റെ ജീവിത ലക്ഷ്യം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കൊണ്ടിരിക്കും. അതായത് മുന്തിരി ചക്കിൽ ഇപ്പൊ ഗോതമ്പ് മെതിക്കുന്ന കണ്ടീഷനാണ്, ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോ കർത്താവിന്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ട അയാളോട് പറഞ്ഞു, അല്ലയോ വീരയോദ്ധാവേ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഗിദിയോൻ മാലാഖയോട് പറഞ്ഞു, യജമാനെ ക്ഷമിക്കണം, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾക്ക് വന്നുപെടുന്നത് എന്തുകൊണ്ട്? കർത്താവ് നമ്മെ ഈജിപ്തിൽ നാനയിച്ചില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിതാക്കന്മാർ വിവരിച്ച് തന്നിട്ടുള്ള അവന്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം എവിടെ? ഇപ്പോഴാകട്ടെ കർത്താവ് ഞങ്ങളെ പുറന്തള്ളി മിദ്യാന്റെ കയ്യിൽ അകപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് അയാളുടെ നേരെ തിരിഞ്ഞ് അരുൾ ചെയ്തു, നീ നിന്റെ ഈ ബലത്തിൽ പോവുക, ഇസ്രായേലിനെ മിദ്യാനിയരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. അയാൾ അവനോട് പറഞ്ഞു, കർത്താവെ ക്ഷമിക്കണം, എനിക്ക് എങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയും? ഇതാ മനേശയിൽ ഏറ്റവും ദുർബലമാണല്ലോ എൻ്റെ കുലം, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും നിസ്സാരനും. ഉടനെ കർത്താവ് അയാളോട് അരുൾ ചെയ്തു, പക്ഷേ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും, ഒരൊറ്റ മനുഷ്യന് എന്ന പോലെ മിദ്യാന്യരെ നീ സംഹരിക്കും. അയാൾ അവനോട് പറഞ്ഞു, നീ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നുവെങ്കിൽ നീ തന്നെയാണ് എന്നോട് അരുൾ ചെയ്യുന്നത് എന്നതിനൊരടയാളം എനിക്ക് കാണിച്ചു തരൂ. ഞാൻ നിന്റെ അടുത്ത് വരികയും എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വയ്ക്കുകയും ചെയ്യുന്നത് വരെ നീ ഇവിടം വിട്ട് പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ അരുൾ ചെയ്തു, നീ മടങ്ങിയെത്തോളം ഞാൻ കാത്തു നിൽക്കും. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം ഒരു കാര്യം അരുൾ ചെയ്താൽ അത് അതുപോലെ തന്നെ നിവൃത്തിയാകും. ഈ ഗിദിയോൻ ഗിദിയോൻ ധൈര്യവാനല്ലോ, പേടിച്ച് മുന്തിരിച്ചക്കില് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം വിളിച്ചു, ദൈവം പറഞ്ഞു, ദൈവം അഡ്രസ് ചെയ്ത് എങ്ങനെയാണ്? അല്ലയോ വീരയോദ്ധാവേ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പക്ഷെ വീരയോദ്ധാവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭീരുത്വത്തിന്റെ വർക്കാണ്. ബട്ട് ദൈവം അരുൾ ചെയ്താൽ അത് നിറവേറും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ചാൽ അത് നിറവേറുക തന്നെ ചെയ്യും. വിശ്വസിച്ചില്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല. അപ്പൊ ഇവിടെ ദൈവം അല്ലെ വീരയോദ്ധാവേ എന്ന് പറഞ്ഞപ്പോ ആലോചിച്ചത്, ഗിദിയോൻ തന്നെ ഒന്ന് അടങ്ങിപ്പോയി. കാരണം ഇത് ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ദൈവത്തിന് ഗിദിയോന്റെ ഹൃദയാവസ്ഥ ഗിദിയോൻ അറിയാം. ഗിദിയോൻ ധൈര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഏതെങ്കിലും മിദ്യാന്യര് കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ച് പതുങ്ങിയിരിക്കുന്ന മിദ്യാന്യര് ഗിദിയോനെ കർത്താവ് അഡ്രസ് ചെയ്തു വീരയോദ്ധാവേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവിൽ അതെ എന്നാണ്. നമ്മുടെ ഇന്നത്തെ കണ്ടീഷൻ എത്ര ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മളെങ്കിലും, എത്ര തകർക്കപ്പെട്ട അവസ്ഥയിലാണ് നമ്മളെങ്കിലും, ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നമുക്ക് കണ്ടെത്താൻ ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടെങ്കിൽ ആ വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനെയും അത് നിറവേറ്റി കാണിച്ചു കൊടുക്കാൻ ദൈവം പ്രതിജ്ഞാബദ്ധനാണ്. നമ്മൾ ജെറമ്യ 1:12 വായിക്കുന്നുണ്ട്,
എന്റെ വചനം അതിൻപടി നിറവേറ്റുന്ന കാര്യത്തിൽ ഞാൻ സദാ ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് വിശ്വസിക്കുന്ന ഒരാളെ കണ്ടെത്താനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം അഡ്രസ് ചെയ്തു ഗിദിയോനെ വീരയോദ്ധാവേ എന്ന്. ഗിദിയോന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് വിശ്വസിക്കാതിരുന്നപ്പോൾ ദൈവം വീണ്ടും പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, കാരണം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ശക്തിയുടെ സോഴ്സ് എന്ന് പറയുന്നത് കർത്താവ് കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അപ്പൊ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അരുൾ ചെയ്തിട്ടുണ്ട്. അത് വിശ്വസിച്ചാല് ഏത് ഡിഫിക്കൽറ്റിയിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. വിശ്വസിച്ചില്ല കൂടെ ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ വായിക്കുന്നുണ്ട് ഹീബ്രൂസ് 4:12 വായിക്കുന്നുണ്ട്, അവർക്കെന്ന പോലെ നമുക്ക് സദ്വർത്തമാനം ലഭിച്ചു, അവരത് വിശ്വസിക്കായിക അവർക്കത് ഉപകരിച്ചില്ല. അപ്പോ കർത്താവ് വീരയോദ്ധാവെ എന്ന് വിളിച്ചാൽ വീരയോദ്ധാവായി തീരും ഗിദിയോൻ. അത് അതിന്റെ റീസൺ കർത്താവ് പറഞ്ഞത്, പക്ഷേ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ദാറ്റ് മേക്സ് ദി ടോട്ടൽ ഡിഫറൻസ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഈ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. പോൾ പറഞ്ഞു എന്റെ ദൈവത്താൽ, ദാവീദ് പറഞ്ഞു എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കെടുക്കും, ഈ ശത്രുസേനയ്ക്ക് നേരെ ഞാൻ പാഞ്ഞ് അടുക്കും, എന്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. തന്നിൽ പൗലോസ് പറഞ്ഞു 2 കൊരിന്ത്യൻസിൽ പറയുന്നു, ക്രിസ്തു യേശുവിലൂടെ സദാ ജയോത്സവമായിട്ട് നടത്തുന്ന ദൈവം. മറ്റൊരു സ്ഥലത്ത് പൗലോസ് പറയുന്നു, ക്രിസ്തു യേശു എന്നെ അവന്റെ സ്വന്തമാക്കി. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും, അല്ലെങ്കിൽ ശദ്രക് മേശക്ക് അഭിനേഗോ പറഞ്ഞ പോലെ നമുക്ക് വിശ്വാസത്തിൽ വർദ്ധിക്കണമെങ്കിൽ ശദ്രക് മേശക്ക് അഭിനേഗോവിന്റെ ഹൃദയം ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിശ്വാസത്തിൽ വളരാനേ പറ്റത്തില്ല. നോ, അതായത് they are willing to die. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ മെത്തേഡിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് വിശ്വാസം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ലോകത്തിന്റെ മെത്തേഡിൽ പോകുമ്പോൾ വിശ്വാസത്തിന്റെ വഴിയേ അല്ല, അത് കാഴ്ചയുടെ വഴിയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശരി കർത്താവിൽ വിശ്വാസം വെക്കുന്ന ഒരു മനുഷ്യൻ, ഈ ദൈവം എന്നെ രക്ഷിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കിത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, പരാജയം വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ ഈ ദൈവത്തിൽ ഐ കണ്ടിന്യൂ ടു ട്രസ്റ്റ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല. വിശ്വസിക്കുന്നവർ ലജ്ജിക്കാൻ ഇടയായിട്ടില്ല. ഈ ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാർ കർത്താവിൽ ശരണം വെച്ചു, അവരെ ദൈവം നിരാശപ്പെടുത്തിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഈ വീക്കായിരുന്ന ഗിദിയോനോട് ദൈവം പറഞ്ഞു വീരയോദ്ധാവെന്ന് വിളിച്ചു, വീരയോദ്ധാവായി തീരുന്ന നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ എന്നിട്ടും ഗിദിയോന് വിശ്വസിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ മുഴുവൻ വായിക്കാൻ സമയമില്ല, വീണ്ടും അടയാളം ചോദിക്കുകയാണ്, വീണ്ടും അടയാളം കാണിച്ചു കൊടുത്തു, കമ്പിളി പുതപ്പ് വെച്ച് ടെസ്റ്റ് ചെയ്തു, അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് ചെയ്ത് എന്നും പറഞ്ഞിട്ടും ഗിദിയോന് വീണ്ടും വിശ്വാസം വരുന്നില്ല. അവസാനം മിദ്യാന്റെ പാളയത്തിലോട്ട് ചെല്ലുമ്പോൾ ആ മിദ്യാനിയൻ അവര് ഒരു സ്വപ്നം വ്യാഖ്യാനിക്കുന്ന കേട്ടപ്പോഴാണ് അൾട്ടിമേറ്റ്ലി വീണ്ടും ഗിദിയോന് ഇത്തിരി ധൈര്യം വന്നത്. എന്നിട്ട് അപ്പോ ഗിദിയോൻ ആൾക്കാരെ വിളിച്ചു കൂട്ടി. നമുക്കറിയാവുന്ന കാര്യം, ആദ്യം എത്ര പേരുണ്ടായിരുന്നു? എത്രയാ പറയുന്നത്? 33,000 എത്രയാ? 32,000 പേരുണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോൾ മനസ്സിലായി, നമ്മൾ ഈ ജോൺ ചാപ്റ്റർ 6 പോലെ വലിയ പുരുഷാരത്തെ കണ്ടപ്പോൾ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, ഇത് മാനസാന്തരപ്പെട്ടതാകാൻ വഴിയില്ല. ഇല്ല, അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞു? കർത്താവ് പറഞ്ഞു നിങ്ങൾ ഈ അപ്പം തിന്നുകൊണ്ട് മാത്രം, അനുഗ്രഹം കിട്ടിയോണ്ട് മാത്രമാണ് കൂടെ നിൽക്കുന്നത്, പക്ഷെ ഇനി എന്നോടുകൂടെ മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? സെയിം തന്നെ, ഇത് സെയിം തന്നെ, ഇറ്റ്സ് ഇൻ എ ഡിഫറെന്റ് വേ. അവരോട് പറഞ്ഞു പേടിയൊക്കെ ഉണ്ടെങ്കിൽ യുദ്ധത്തിന് പോരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗിദിയോൻ വിളിച്ചുകൊണ്ടങ്ങ് പോയതാ. പേടിയുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞപ്പോൾ എത്ര പേര് പോയി? എത്ര? അതെ, 22 പോയി. അപ്പൊ ഈ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞു വരുന്നവരിൽ മജോറിറ്റി എങ്ങനെയായിരിക്കും? മോസ്റ്റ്ലി കമ്മിറ്റ്മെന്റ് ഒന്നും കാണത്തില്ല. മരിക്കാനും കർത്താവിന് വേണ്ടി അവനോടുകൂടി ജീവിക്കാനും മരിക്കാനും ഒന്നും സന്നദ്ധനായിരിക്കും. പൗലോസൊക്കെ പറയുന്ന പോലെ അവനോടുകൂടി ജീവിക്കാനും മരിക്കാനും ഞങ്ങൾ സന്നദ്ധന, അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മിദ്യാൻ കാരണം പ്രശ്നമായി. മിദ്യാനെ ഒന്ന് തോപ്പിച്ച് കിട്ടിയാലും നമുക്ക് നമ്മുടെ മുന്തിരിച്ചക്കിൽ തന്നെ നമുക്ക് മുന്തിരി ആട്ടാൻ പറ്റും, ബെറ്റർ ലൈഫ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങ് വരുന്നത്. പക്ഷെ കഷ്ടമുണ്ട്, യുദ്ധത്തിൽ ഇത്തിരി ബ്ലഡ് ഷെഡ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ടപ്പോഴത്തെ എന്ത് ചെയ്തു? 32,000 22,000 തിരികെ പോയി. അപ്പൊ നമ്മളിപ്പോ 50 പേര് ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ടെസ്റ്റ് വന്നാൽ ചിലപ്പോൾ അതിനകത്ത് എത്ര പേര് പാസ്സാവും? ഒരാള് പാസ്സാവും. ധാരായിരിക്കും ഷെർമായിരിക്കും. അപ്പൊ ഇതില് നോക്കി, ഇത് നമ്മൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അതിൽ നിന്ന് ഡിഫറെന്റ് ആകണം. അപ്പൊ ഇതിൽ 22,000 പേര് പോയി. പേടിയാണ് ഇതിലെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴും ദൈവം നോക്കിയപ്പോ 10,000 പേര് ഗുണപ്പെടാൻ ചാൻസ് കുറവാണ്. കർത്താവ് പറഞ്ഞത് ഇടുങ്ങി വഴി കണ്ടെത്തുന്നവരോ 10,000 പേര് കാണാൻ ചാൻസ് കുറവാണ്. അപ്പൊ കർത്താവ് ഒരു ടെസ്റ്റോടെ പറഞ്ഞു. ഒരു ടെസ്റ്റ് എന്താ പറഞ്ഞത്? വെള്ളം വിട്. വെള്ളം എന്ന് പറയുന്നത് ദി അട്രാക്ഷൻസ് ഓഫ് ദി വേൾഡ്.
അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നെ പിൻഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ ത്യജിച്ച്, ലോകത്തെ ത്യജിച്ച് കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അല്ലെങ്കിൽ ലോകത്തിൽ ഓരോ അട്രാക്ഷനും കണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആർക്കും എൻ്റെ പിന്നാലെ വരാൻ പറ്റുന്നില്ല. ദൈവം ഉണ്ണാനും കൊടുക്കാനും കൊടുക്കും. ഈ ലോകത്തിൽ അന്യരും പരദേശികളായിട്ട് ജീവിക്കണം, ഈ ലോകത്തിൽ സ്വപ്നം വെച്ചേക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് ഗിദിയോന്റെ ടെസ്റ്റ് വെള്ളം കാണിച്ചു കൊടുത്തു. മരുഭൂമിയിൽ വെള്ളം കിട്ടിയപ്പോൾ അവർ ചാടി വീണു എന്ന് പറഞ്ഞ പോലെ ഈ ലോക സ്നേഹത്തിൽ ഇങ്ങനെ കുളിച്ചിരിക്കുന്ന ഒരു ഹൃദയം എന്തെങ്കിലും കിട്ടിയ വഴിയെ നമ്മളിങ്ങനെ പറയാറില്ലേ, കർത്താവിനെ അനുസരിക്കണതൊക്കെ പിന്നെ അനുസരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അമ്മച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് 500 രൂപ കിട്ടുമായിരുന്നു, അത് കാരണം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നില്ല. ലിറ്ററലി പറഞ്ഞതാ, പ്രാർത്ഥന അടുത്ത ശനിയാഴ്ചയുണ്ട്, ഇന്ന് പോയില്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല. സെയിം നമ്മളിങ്ങനെ ഒന്നും നഷ്ടപ്പെടുത്താത്ത ഒരു ക്രിസ്ത്യൻ ലൈഫ്. ദാവീദ് പറഞ്ഞു, നഷ്ടം വരുത്താത്ത ഒരു ദൈവസേവ എനിക്ക് വേണ്ട. ഓൾഡ് ടെസ്റ്റമെന്റ് സെയിന്റ്, നമ്മൾ കർത്താവിനെ, ക്രൂശിതനായിട്ടുള്ള കർത്താവിനെ, വേദനിക്കുന്ന കർത്താവിനെ, ചോരയൊലിപ്പിക്കുന്ന കർത്താവിനെ, കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന കർത്താവിനെ, കുരിശ് ചുമക്കാൻ ശേഷിയില്ലാതെ വീഴുന്ന കർത്താവിനെ, ശിമയോനാൽ ശപിക്കപ്പെട്ട കർത്താവിനെ ഒക്കെ നമ്മൾ വീഴുന്നെന്ന് എഴുതിയിട്ടില്ല, ഞാൻ കൂട്ടിച്ചേർത്തതാ. ശിമയോൻ അസിസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഹി വാസ് നോട്ട് ഏബിൾ. അപ്പൊ അല്ലാതെ അത് പടയാളികൾക്ക് അനുകമ്പ തോന്നിയിട്ടാണോ? അല്ല. ഈ കർത്താവിനെയൊക്കെ കണ്ടിട്ടും ലോകത്തിന്റെ ഒരു ചെറിയ അട്രാക്ഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം കാണുമ്പോൾ എന്ത് ചെയ്യും? കമിഴ്ന്ന് വീണു. ഓക്കെ, കമിഴ്ന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സെർവന്റ് ആയി തീരുന്ന അതിന്റെ അർത്ഥം. കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞു, നിനക്ക് എൻ്റെ മേലെ ഒരു അധികാരവും ഇല്ല. ദി ഓൾ മൈറ്റി, എൻ്റെ പിതാവ് അനുവദിച്ചിട്ട് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിനക്ക് എന്നെ വെറുതെ വിടാനും അധികാരമില്ല, സ്വതന്ത്രനാക്കാനും നിനക്ക് അധികാരമില്ല. ദാറ്റ് ഈസ് യുവർ റോങ് കൺസെപ്റ്റ്. നമ്മൾ അപ്പോസ്തല ഡേ ഓഫ് പെന്തിക്കോസ്റ്റിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ വായിക്കുന്ന എന്താ? ദൈവം തന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വ പദ്ധതി അനുസരിച്ച് തൻ്റെ മിശിഹായെ ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിന് അധികാരമൊന്നും ഇല്ലായിരുന്നു, അത് കർത്താവിന് അറിയായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും വെള്ളത്തിന്റെ മുമ്പിൽ കമിഴ്ന്ന് വീഴുന്നവരാണ്. എന്നാൽ അവിടുന്ന് വീണ്ടും 300 പേരെ കിട്ടി, 300 പേരെ വെച്ച് വലിയ മിദ്യാനിയരെ തോൽപ്പിച്ചു. അപ്പൊ നമ്മൾ ചിന്തിച്ചത്, വിശ്വാസം, നമ്മൾ ബലഹീനരാണ്, പക്ഷെ കർത്താവിന്റെ വചനം കേട്ടാൽ, ശക്തൻ എന്നുള്ള കർത്താവിന്റെ വിളി കേട്ടാൽ, കർത്താവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചാൽ, കർത്താവ് ഓരോ പടിപടിയായിട്ട് നമ്മളെ ശത്രുവിനെ കാൽക്കീഴിൽ അമർത്തുന്ന സ്റ്റേജിലേക്ക് കർത്താവ് നമ്മളെ വളർത്തിക്കൊണ്ടുവരും. വിശ്വാസത്താൽ ബലഹീനതയിൽ നിന്ന് ശക്തി നേടി. നമ്മൾ റോമൻ 16:19-20 ഒക്കെ വായിക്കുമ്പോൾ, നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ ജ്ഞാനികളും തിന്മയുടെ കാര്യത്തിൽ നിഷ്കളങ്കരും ആയിത്തീരണം. അങ്ങനെയായാൽ സമാധാനത്തിന്റെ ദൈവം സാത്താനെ വേഗം നിങ്ങളുടെ കാൽ കീഴിലാക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആയിക്കൊള്ളട്ടെ. ബട്ട് ദൈവത്തിന്റെ വചനം കേട്ട്, ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച്, ദൈവത്തിന്റെ വചനത്തിന് സബ്മിറ്റ് ചെയ്ത്, ലോകത്തിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാതെ, അല്ലെങ്കിൽ ഭീരുത്വം ഇല്ലാതെ, ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു ഡ്യൂട്രോമി 20 യുദ്ധത്തിന് പോകുമ്പോൾ, നിങ്ങളുടെ ശത്രുവിന് നിങ്ങളെക്കാൾ മിലിറ്ററി പവർ ഉണ്ട് എന്ന് കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. റീസൺ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആലോചിക്കും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരെല്ലാം എതിരായ നമുക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നു? ദൈവം നമ്മുടെ കൂടെയെങ്കിൽ ആര് നമുക്ക് എതിരാകും? അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് അഡ്വേഴ്സ് സിറ്റുവേഷൻ നമ്മൾ ഞെരുക്കാൻ പറ്റും. പക്ഷെ ഞെരുങ്ങുന്നതിന്റെ റീസൺ, നമ്മൾ കർത്താവ് വിഭാവനം ചെയ്യുന്ന പോലെ കർത്താവിന്റെ കൂടെ നിൽക്കാത്തതുകൊണ്ട്. ഇസ്രായേൽ എനിക്ക് വഴങ്ങിയിരുന്നെങ്കിൽ ഈ ശത്രുക്കളെ ഞാൻ കാൽ കീഴിൽ അമർച്ച ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലഹീനരാണ്, ആയിക്കൊള്ളട്ടെ. വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു. അവര് മോശയെ കുറിച്ച് എഴുതിയേക്കുന്ന എന്താ? വിശ്വാസത്താൽ വെരി അട്രാക്റ്റീവ് വേർഡ്. വിശ്വാസത്താൽ ഹീബ്രൂസ് 11 ഈജിപ്തിൽ എന്താ പോകും? വിശ്വാസത്താൽ അദൃശ്യനായവനെ കണ്ടിട്ട് എന്ന പോലെ ഉറച്ചു നിന്നു. വി ആർ ടു ഡു ഇറ്റ്. വിശ്വാസത്താൽ പത്രോസ് എഴുതി, അവനെ നാം കാണുന്നില്ലെങ്കിലും എന്താ പോകും? അവനെ നാം കാണുന്നില്ലെങ്കിലും. ഇത് പത്രോസ് എഴുതിയ കാര്യം പോലും നമുക്ക് അറിയാൻ പാടില്ല. പിന്നെ എങ്ങനെ? പത്രോസ് ആകെ ഒരു പത്രോസേ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസ് മരിച്ചുപോയി. ആദ്യത്തെ പോപ്പ് എന്ന് പറയുന്ന ആളാണ്. 2 ലേഖനം എഴുതിയിട്ടുണ്ട്, 2 കൊച്ചു ലേഖനം എഴുതിയിട്ടുണ്ട്. എന്താ ദീപു സ്നേഹിക്കുന്നൊന്നും എഴുതി? ഫസ്റ്റ് പീറ്റർ 2. ചുമ്മാ ഈ സോഷ്യൽ സ്റ്റഡീസ് പറയില്ല. ജെറിൻ, ഇവിടെ ജെറിൻ അല്ല, ഷെറിൻ. ഫസ്റ്റ് പീറ്റർ 1 അതിന്റെ 8ാം സെന്റൻസിൽ ഒന്ന് വായിച്ചു പോകും. കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു, ഇപ്പോൾ അവനെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അവാച്യവും മഹനീയവുമായ ആഹ്ലാദത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, പത്രോസ് എഴുതിയേക്കുന്ന
എങ്ങനെ നല്ല സന്തോഷത്തിലാണ് പോകുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്നത് അത് തന്നെ ഇവിടെ പത്രോസ് എഴുതുന്ന. പത്രോസിന്റെ ഈ ലെറ്റർ വായിച്ചാലെല്ലാം അങ്ങനെയായിരിക്കും. അതായത് അവനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും, 8ാം സെന്റൻസ്, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിലും, നമ്മൾ ആരും കർത്താവിനെ കണ്ടിട്ടില്ല, നമ്മുടെ ഈ കുഞ്ഞി കണ്ണു വെച്ച് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. ഇസ് ഇറ്റ് ട്രൂ? ആണോ ദിജു? കണ്ടിട്ടില്ലെങ്കിലും ട്രൂലി നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിനുണ്ട്. ഈ പത്രോസ് പറയാൻ കാരണമുണ്ട്. കർത്താവ് ചോദിച്ചാൽ പത്രോസ് നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? റിപ്പീറ്റഡ്ലി, തേർഡ് ടൈം ചോദിച്ചപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? കൊളാപ്സ് ചെയ്തു. അപ്പൊ നമ്മുടെ സ്നേഹമൊക്കെ കർത്താവിന് നല്ലപോലെ അറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നുണ്ട്. ഹീസ് നോയിങ്. അപ്പൊ പത്രോസ് ഇത് കേട്ടതായതുകൊണ്ട് പ്രത്യേകം എഴുതിയേക്കുന്നത്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ അവനെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അവനെ വിശ്വസിക്കുന്നു. മോശയെ കുറിച്ച് എഴുതിയ അതേ കാര്യം തന്നെ. മോശ അദൃശ്യനായവനെ കണ്ടിട്ട് എന്ന പോലെ ഉറച്ചു നിന്നു. ഇങ്ങനെ നമ്മൾ അറിയുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എങ്ങനെ പോകും? ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ കർത്താവില്? അതേ കാലിനടിയിലെ മണലിങ്ങനെ കടൽ തീരത്ത് നിൽക്കുന്ന പോലെയാണ്. ഓളം അടിക്കുമ്പോൾ ഓരോ ആളും കുറച്ച് മണൽ ഒലിപ്പിച്ചോണ്ട് പോവും. നെവർ. അതെ, ഇപ്പോൾ അവനെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അവനെ വിശ്വസിക്കുകയും. അപ്പൊ ഈ സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഇതുണ്ടാവും. എന്തുണ്ടാവും? അവാച്യം, പറയാൻ പറ്റാത്ത, അതായത് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം, അവാച്യവും മഹനീയവുമായ ആഹ്ലാദത്തിൽ, റിജോയ്സിങ് ഇൻ ദി ലോർഡ്, ദി ജോയ് ഇൻ ദി റിജോയ്സിങ്, ദി ജോയ് ഓഫ് ദി ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. സ്വർഗരാജ്യം എന്ന തീനും കൂടിയല്ല, അല്ലെങ്കിൽ ഇവിടെ ലോകത്തിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങളല്ല. സ്വർഗരാജ്യം എന്ന തീനും കൂടിയല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ലോകത്തിന്റെ സന്തോഷമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പോൾ മഹനീയമായ ആഹ്ലാദത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി നിങ്ങളുടെ ആത്മാക്കൾ രക്ഷ നേടുന്നു. ഇംഗ്ലീഷിലാണ് ദി എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഈസ് ഇൻ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. അപ്പൊ നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയം എടുക്കാം. അപ്പോൾ ഗിദിയോൻ ബലഹീനായിരുന്നു, പക്ഷെ വിശ്വാസത്താൽ ശക്തി നേടി. നമ്മളും ബലഹീനരായിക്കൊള്ളട്ടെ. നമ്മൾ വിശ്വാസത്താൽ അദൃശ്യനായവനെ കണ്ടിട്ടെന്ന പോലെ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മൾ വളർന്നേ പറ്റൂ. ഈ കർത്താവ് റോമൻസ് 8 പൗലോസ് ചോദിക്കുന്ന പോലെ, കർത്താവ് നമ്മുടെ കൂടെയെങ്കിലും സ്വപുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയവൻ പുത്രനോടൊപ്പം എന്തെങ്കിലും നൽകാതിരിക്കും. നമ്മുടെ ഓൾ നീഡ്സ് ലോർഡ് വിൽ മീറ്റ്. ക്രിസ്തു യേശുവിൽ സകലത്തിന് നമ്മളെ മതിയായവരാക്കും. ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ദൈവം നമുക്ക് തരും. ക്രിസ്തു യേശുവിൽ ക്രിസ്തു യേശുവിനെ നമ്മുടെ രക്ഷയാക്കിയിരിക്കുന്നു, നീതിയാക്കിയിരിക്കുന്നു. ക്രിസ്തു യേശുവിലൂടെയാണ് സകല വിജ്ഞാനത്തിന്റെ നിറകുടം കർത്താവാണ്. എല്ലാം കർത്താവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബലഹീനതയിൽ നിന്ന് ശക്തി നേടി ഇതിൽ പറഞ്ഞേക്കുന്ന പോലെ കണ്ടിട്ടില്ലെങ്കിൽ അവനെ സ്നേഹിക്കണം, കണ്ടിട്ടില്ലെങ്കിലും കർത്താവിൽ വിശ്വസിക്കണം. അങ്ങനെ എപ്പോഴും ദൈവം നൽകുന്ന സന്തോഷത്തിൽ നമ്മൾ ജീവിക്കണം. അല്ലാതെ ഈ നാട്ടുമ്പുറത്തൊക്കെ പറയുന്ന പോലെ പാമ്പ് ചത്ത കാക്കാലിന്റെ കൂട്ടുള്ള മുഖം വെച്ചുകൊണ്ടിരിക്കരുത്. നോ, റിജോയ്സ് ഇൻ ദി ലോർഡ്, ബി ഹാപ്പി ഇൻ ദി ലോർഡ്. കാരണം നമുക്ക് ഒരു ബ്ലീക്ക് ആയിട്ടുള്ള ഫ്യൂച്ചർ അല്ല. നമ്മുടെ എല്ലാവരുടെയും ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്. ഒരു മോശപ്പെട്ട ഒരു ഫ്യൂച്ചർ അല്ല ദൈവം നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തേക്കുന്നത്. ജെറമ്യയിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പദ്ധതി മാത്രമേ ദൈവത്തിന്റെ കയ്യിലുള്ളൂ. നമുക്ക് ഒരു തിന്മയില്ല. ഭാഗ്യക്കേട് പാവികളെ പിന്തുടരുന്നു, എന്നാൽ ഐശ്വര്യമോ ധർമ്മിഷ്ഠർക്കുള്ള പ്രതിഫലമാണ്. നമ്മുടെ തിന്മയ്ക്ക് വേണ്ടി അല്ല ദൈവം വിളിച്ചേക്കുന്നത്, നന്മയ്ക്ക് വേണ്ടി. അതുകൊണ്ട് വി ഹാവ് ടു റിജോയ്സ് ഓൾവേസ്. നമ്മളെ ഒരു എന്താ പറയുന്നത്, ഒരു ശത്രുവിനെ നമ്മൾ കീഴടക്കാൻ പറ്റത്തില്ല. വഴിയിൽ വെച്ച് കൊഴിഞ്ഞു പോകാനുള്ളവരല്ല നമ്മൾ. വഴിയിൽ വെച്ച് വിട്ടിട്ട് പോകുന്ന ഒരു കർത്താവിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയമെടുക്കാം. നമ്മുടെ മധ്യ സന്നിധനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് വാഴ്ത്താം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം